കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വീട്ടിലിരുന്നു കൊണ്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. സൂസുവിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാലിലെന്തോ കത്തി കുത്തി കേറി അങ്ങ് ഇറങ്ങി. എല്ലാരും പറയാറുണ്ട് അഭിനയിക്കുമ്പോൾ ഞാൻ ജീവിക്കുകയാണ് ചെയ്യുന്നതെന്ന്. പാത്രങ്ങളോ എടുത്ത് എറിയുന്ന സീനാണെന്ന്. ഞാൻ ശരിക്കും എറിയും. കഴുത്തിന് കുത്തി പിടിക്കാനേ ഒറിജിനൽ മുടിക്ക് പിടിക്കുന്നതൊക്കെ ഞാൻ ശരിക്കും പിടിക്കും. ഒരു സീരിയലില് അനുവിനെ കൊലപ്പെടുത്തി കളഞ്ഞായിരുന്നല്ലോ. എനിക്ക് ഈ പ്രോമിറ്റ് ചെയ്തിട്ടില്ലേ, എനിക്ക് കേച്ചി അറിയത്തില്ല. അങ്ങനെ ഒരു സീനൊക്കെ 36 ടേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അതിൽ എന്നെ എന്റെ സ്വന്തം സഹോദരൻ എന്റെ തലക്കടിച്ച് കൊല്ലുന്ന സീനായിരുന്നു. ഞാനൊരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ടൈമില് ഞാൻ ഇങ്ങനെ കിടക്കുമായിരുന്നു. ആരോ വന്ന് എന്റെ അടുത്തിരുന്നു. എന്നിട്ട് ഈ കാലിങ്ങനെ മസാജ് എപ്പോഴും ഞാൻ പാദസരം കിടക്കുന്നോണ്ട് ഞാൻ അയ്യോ പെട്ടെന്ന് അപ്പൊ പുള്ളി ഇരുന്നിട്ട് ഇങ്ങനെ തൊടുവാ ഇങ്ങനെ ഇതാ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ഒറ്റ ചവിട്ടി കൊടുത്തു. ഒറ്റ മനുഷ്യര് പ്രതികരിക്കാൻ വന്നിട്ടില്ല. ഫ്ലവേഴ്സിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. ഫ്ലവേഴ്സിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഇന്നെന്റെ മത്സരാർത്ഥി. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന സൂസു, സുരഭിയും സുഹാസിനിയും. അതിലെ സുരഭിയാണ് ഇന്ന് എന്നോട് മത്സരിക്കാൻ വരുന്നത്. വരുന്നു സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ അനുമോൾ ഫ്രം ആര്യനാട്. തിരുവനന്തപുരം ആര്യനാട് സ്വദേശിനി അനുമോൾ ഇപ്പോൾ ആളാകെ മാറിയിട്ടുണ്ട്. ഒരു നാട്ടിൻപുറത്തുകാരിയിൽ നിന്നും മെട്രോ നഗരത്തിലെ മോഡേൺ പെൺകുട്ടിയിലേക്കുള്ള ഈ വേഷമാറ്റത്തിനപ്പുറം എവിടെ ചെന്നാലും ആരാധകർ തിരിച്ചറിയുന്ന അഭിനയ മികവിന്റെ അംഗീകാരം കൂടിയാണ് അനുമോളുടെ ജീവിതത്തിലെ ഈ മാറ്റം. ഫ്ലവേഴ്സിലെ ജനപ്രിയ കുടുംബ പരമ്പര സൂസുവിലെ സുരഭിയായി മലയാളികളുടെ വിരുന്നുമുറികളിലും മനസ്സിലും സ്വന്തമായ ഒരു ഇടം നേടിയതാണ് അനുമോളെ തേടിയെത്തുന്ന ഈ ആരാധക സ്നേഹത്തിന് പിന്നിൽ. സൂസുവിനൊപ്പം സ്റ്റാർ മാജിക്കിലെ ചിരി താരനിരയിലുമുണ്ട് അനുമോളുടെ താരത്തിളക്കം. ഗ്രാമീണ സാഹചര്യങ്ങളിലെ സാധാരണക്കാരായ സതീഷ് രമാ ദമ്പതികളുടെ മകൾക്ക് അഭിനയവേദികളിലേക്കുള്ള അരങ്ങേറ്റം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. സീരിയലിലും ടെലിവിഷൻ ഷോകളിലും സിനിമയിലും താരമായ അനുമോൾക്ക് ആര്യനാടുകാരിയുടെ ഗ്രാമീണ ലാളിത്യം തന്നെയാണ് ഈ വേഷമാറ്റങ്ങളിലും കൂട്ടിനുള്ളത്. അഭിനയയാത്രയിലെയും ജീവിതപാതകളിലെയും അനുഭവങ്ങളുമായി അറിവിന്റെ വേദിയിലേക്ക് അനുമോൾ വരുന്നു. നമസ്കാരം അനുമോൾ. നമസ്കാരം. ഹായ് അനുമോൾ. ഹായ് സർ. സൂസു എന്ത് പറയുന്നു? സൂസു നന്നായിട്ട് പോകുന്നു. അതെ. ഇത് സുരഭി, അത് സുഹാസിനി. അതെ. ചേച്ചിയുടെ ചവിട്ടുവെല്ലാം കിട്ടിയോ? ഇത് കിട്ടിട്ടൊക്കെ ഉണ്ട്. കിട്ടിയല്ലേ? ചേച്ചി എങ്ങനെയുണ്ട്? പാവാ. മല്ലിയ ചേച്ചി എത്ര കാലത്തെ പരിചയം ചേച്ചിക്ക്. എന്റെ ഭാഗ്യം കേട്ടോ. കാരണം മല്ലിക ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് അഭിനയിച്ചു തുടങ്ങിയിട്ട് തന്നെ 10-40 കൊല്ലമായി. അപ്പൊ അങ്ങനെ ഒരു ഇരുത്തം വന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ ഒപ്പത്തിനൊപ്പം റോൾ ചെയ്യാൻ ഭാഗ്യം കിട്ടി. അല്ലേ? മല്ലികമ്മയ്ക്കും ഭാഗ്യം കിട്ടി. ചേച്ചിക്കും ആ ഒരു ഭാഗ്യം ഉണ്ടായി അല്ലേ? ഇതിനിടയ്ക്ക് പൃഥ്വിരാജ് എന്തോ ഒരു എപ്പിസോഡ് കണ്ടിട്ട് അനു നന്നായി എന്നൊക്കെ പറഞ്ഞു പറയുന്നു. നേരാണോ? അതെ, എന്നോട് പറഞ്ഞായിരുന്നു. ഞങ്ങൾ എല്ലാരും കൂടെ അവിടെ ഇരിക്കുന്ന സമയത്ത് പൊതുവെ പറയാറുണ്ട് ഇത് മക്കളൊക്കെ ഇങ്ങനെ നമ്മുടെ സുസു കാണാറുണ്ടെന്നൊക്കെ. അങ്ങനെ ഇരിക്കെ അനുവിന്റെ എപ്പിസോഡ് കണ്ടിട്ട് പറഞ്ഞു അനു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
നീ വല്ല പൃഥ്വിരാജിന്റെ നായികയാവാനായിട്ട് വിളിക്കുവോ? അങ്ങനെയൊന്നും വിളിക്കില്ല. വിളിച്ച ഡേറ്റില്ലെന്ന് വല്ലതും പറയൂ? ഡേറ്റ് ഉണ്ടല്ലോ അല്ലേ? ഡേറ്റ് ഒക്കെ ഉണ്ട്. കാര്യം പല പ്രൊഡ്യൂസേഴ്സ് ഇത് കണ്ടോണ്ടിരിക്കുകയായിരിക്കും പ്രോഗ്രാം. പലരും ഉണ്ട്, ഈ പ്രൊഡ്യൂസേഴ്സ് ഇത് കാണുന്നവരുണ്ട്, എന്നോട് ചിലൊക്കെ പറയാറുണ്ട്. അപ്പം ഡേറ്റ് ഇല്ലെന്നൊന്നും പറഞ്ഞു കളയരുത്. ഇല്ല അങ്ങനെയൊന്നും പറയില്ല. പണ്ടൊരു ആർട്ടിസ്റ്റിന്റെ അബദ്ധം പറ്റി. എന്തേ? ഒന്ന് ഹിറ്റായി കഴിഞ്ഞപ്പോഴേ അദ്ദേഹം എപ്പോ വിളിച്ചാലും പറയും, അയ്യോ ഇത് 25ആണോ ഷൂട്ട്, അന്ന് ക്ലാഷ് ആണല്ലോ, അന്നല്ലേ നമ്മുടെ ഷാജി കൈലാസിന്റെ പടം ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരു അവസരം ഇല്ലാതായി. ആണല്ലേ? കാര്യം ആരും വിളിക്കില്ല. വിളിച്ച ആളിൽ പറയുന്നറിയോ, നമുക്ക് ഇന്ന ആർട്ടിസ്റ്റിന് ഇട്ടാലോ എന്ന് ഡയറക്ടർ ചോദിക്കുമ്പോഴേ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ പറയും, ഓ ആ പുള്ളിക്ക് സമയം കാണത്തില്ല, പുള്ളി എൻഗേജ്ഡ് ആയിരിക്കും, നമുക്ക് വേറെ ആളെ നോക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട്. ഉണ്ടോ? ഉണ്ട്. അനുവിന് ചീത്തപ്പേരുണ്ടല്ലേ? എനിക്ക് ഡേറ്റ് ഇല്ല, എന്റെ ഡേറ്റ് കൊടുക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു പേരുണ്ട്. ആണോ? അയ്യോ അങ്ങനെയുണ്ട്. അങ്ങനെ പേര് വീണു. അപ്പൊ ആ പേര് ഇവിടെ മായ്ക്കുന്നു. അനു ഈസ് ഓപ്പൺ. ഡേറ്റ് എല്ലാം കിടക്കുക കലണ്ടറിൽ, ഇഷ്ടം പോലെ തീയതികൾ അല്ലേ? ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. സ്റ്റാർ മാജിക്കിന്റെ ഡേറ്റ് ഒക്കെ നമുക്ക് അങ്ങോട്ട് സാറിന് ഭയങ്കര ഹാൻഡ്സം, ഭയങ്കര ലുക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്റെ ലുക്കിന് കുഴപ്പം. ഇന്നത്തെ കോസ്റ്റ്യൂം അടിപൊളിയായിട്ട് പറഞ്ഞിരിക്കുന്നു. സിമ്പിൾ അടിച്ച് റെഡി. അപ്പൊ ഇതിനിടയ്ക്ക് ഈ സൂസുവിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാലിൽ എന്തോ കത്തി കുത്തി കയറി എന്ന് പറഞ്ഞു. കത്തി കുത്തി കയറി അങ്ങ് ഇറങ്ങി. ആണോ? അതെ. അയ്യോ, കത്തിയായിരുന്നു കടാരിയായിരുന്നു? കത്തിയായിരുന്നു. ഞാൻ എന്റെ കൈ കൊണ്ടാണ് വീണത്. കാരണം എല്ലാരും പറയാറുണ്ട് അഭിനയിക്കുമ്പോ ഞാൻ ജീവിക്കുകയാണ് ചെയ്യുന്നതെന്ന്. ജീവിക്കുകയാണ്? അതെ. കാരണം പല സീൻ തരുമ്പോ, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള്, ഇപ്പൊ അതില് ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മുടെ സംഗീത ചേച്ചിയാ, സംഗീത ശിവൻ ചേച്ചി. ഞാനായിട്ടുള്ള സീനാണെങ്കിൽ അതിൽ സാറ് പറയും നമ്മൾ തമ്മിൽ ഈ എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ എടുത്ത് എറിയുന്ന സീനാണെന്ന്. ശരിക്കും ചേച്ചി ഓപ്പോസിറ്റ് എറിയുന്നത് ജസ്റ്റ് ഇങ്ങനെ ആക്ഷൻ മാത്രമേ കാണിക്കുള്ളൂ, ബോഡിയിൽ ടച്ച് ചെയ്യാണ്ട്. പക്ഷെ ഞാൻ ശരിക്കും എറിയും. ഫേസ് ഒന്നും നോക്കത്തില്ല, അങ്ങനെ പാത്രങ്ങളാണെങ്കിൽ പേടിക്കണമല്ലോ. അല്ല അങ്ങനെ കഴുത്തിന് കുത്തി പിടിക്കാനോ കഴുത്തിൽ പിടിക്കുന്നതായാലും മൂടിക്ക് പിടിക്കുന്നതൊക്കെ ഞാൻ ശരിക്കും പിടിക്കും. അത് എന്തോന്നും അറിയില്ല, ആ സമയം ഞാൻ അങ്ങനെ ചെയ്യുന്നതാ. അങ്ങനെ എനിക്ക് തന്നെ അത് പണി കിട്ടി. ഞാനിങ്ങനെ കത്തി ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നേ, മീൻസ് കത്തിയല്ല, പയർ അരിഞ്ഞോണ്ടിരിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കിച്ചണിലോട്ട് കയറി വന്നിട്ട് പറയും, ഇതാണ് ഇവിടുത്തെ വേലക്കാരി. ഞാൻ വേലക്കാരി അല്ലല്ലോ, വേലക്കാരി. അപ്പൊ 2-3 ദിവസം ഇവിടെ ഞങ്ങളുടെ റൂമിൽ, ഞങ്ങളുടെ കിച്ചണിൽ കൊണ്ട് നിർത്തണം, 5-10 രൂപ കൊടുക്കാം, വേണമെങ്കിൽ പഴയ തുണികളൊക്കെ കൊടുക്കാം. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നിട്ട് ഈ കത്തി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നിർത്തടി നത്തുകളെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കത്തി എടുത്ത് എറിഞ്ഞു. ഈ കത്തി വന്ന് തറയിൽ ഈ ഫുട്ബോൾ അടിക്കുമ്പോൾ വന്ന് കുത്തി അടിച്ച് നേരെ കുത്തി കയറിയത് എന്റെ കാലില്ല. അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ടു. എത്ര സ്റ്റിച്ച് ഇട്ടു? 2-3 സ്റ്റിച്ച് ഇട്ടു. പക്ഷെ ഈ കത്തി കുത്തി വീണതിന് ശേഷം ഞാൻ അറിഞ്ഞില്ല വേദന ഒന്നും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോ ഈ ആട്ടിലൊരു പയ്യൻ ഈ നത്തുകളെന്ന് വിളിച്ചപ്പോ ഇരുന്ന് ചിരിച്ചു. അപ്പൊ ആ ചിരി കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സോറി സാർ, ഒന്നും കൂടെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞപ്പോ ഫുള്ളും ആ ഫ്ലോറിൽ ഫുള്ളും ബ്ലഡ് ആയിരുന്നു. അങ്ങനെ അറിയുന്ന എന്റെ കാൽ ഇങ്ങനെ കുത്തി കയറി ഇങ്ങനെ ഈ പൈപ്പ് ടാപ്പ് അതൊക്കെ പോയി, ടാപ്പ് തുറന്നിട്ട് ബ്ലഡ് ഫുള്ള്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ഇട്ടു. ഇപ്പൊ ഓക്കെയാണ്. അതിനുശേഷം ഞാൻ പഠിച്ചു അഭിനയിക്കുന്നു തോന്നലുണ്ടാക്കിയാൽ മതി. മാത്രല്ല അഭിനയിക്കുന്ന സമയത്ത് നാച്ചുറലായിട്ട് ആക്ട് ചെയ്താൽ മതി. അതെ. അപ്പൊ ജീവിക്കുന്ന. പക്ഷെ എനിക്ക് എന്തോന്ന് അറിയില്ല, ഞാൻ എന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ആലോചിച്ചിട്ടൊരു കാര്യം അറിയോ, അതായത് നല്ല ഇരുത്തം വന്ന 2 ആർട്ടിസ്റ്റുകൾ, ഇപ്പൊ മോഹൻലാലിനെ പോലൊക്കെ അഭിനയിക്കുന്ന ഈ നാച്ചുറൽ ആക്ടിങ്ങിന്റെ 2 പേര് കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ ഇവര് തമ്മിൽ മൊത്തം കള്ളത്തിനും പറഞ്ഞാലും പരസ്പരം അറിയാൻ പറ്റുന്നു. ഈ അഭിനയം നാച്ചുറൽ ആയിരിക്കുമല്ലോ. അത് ഞാൻ ഇങ്ങനെ എന്നും ആലോചിക്കുന്ന ഒരു കാര്യം. വീട്ടിൽ ഇങ്ങനെ കള്ളത്തിനും പറയുമ്പോഴേ അവര് ശരിക്കും എന്റെ അടുത്ത് ചോദിക്കും, ഇത് അഭിനയമാണോ സത്യമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ സത്യമായിട്ടും സത്യം ഞാൻ കരയും കൂടെ ചെയ്യും. പക്ഷെ അവർക്ക് ഞാൻ ചിലർക്ക് പറ്റിക്കാറൊക്കെ ഉണ്ട്. ഇന്ന് ചേച്ചിയും ചേട്ടനാണ്. അല്ല ഫാമിലി ഫ്രണ്ട് ആണ്. എന്താ ചേച്ചിയുടെ പേര്? മഞ്ജിമ. മഞ്ജിമ. വീട് എവിടെയാ? തിരുവനന്തപുരം. പ്രോപ്പർ ട്രിവാൻഡ്രം ആണോ? കരമന. താങ്കളോ? എന്റെ പേര് അരുൺ മുകുന്ദ്. അരുൺ മുകുന്ദ്. എന്താ ചെയ്യുന്നേ? ഞാൻ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയില് ട്രെയിനിങ് മാനേജറാണ്. ട്രിവാൻഡ്രത്തുകാരനാണോ? ട്രിവാൻഡ്രം തന്നെ. നിങ്ങൾ തമ്മില്? ഞങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ബന്ധമുണ്ടല്ലേ? അല്ലെ, നമ്മളെ പണ്ടൊരിക്കൽ അബദ്ധം പറ്റി. അതിനുശേഷം ഞാൻ വളരെ പർട്ടിക്കുലർ ആയിട്ട് ഞാൻ ചോദിക്കും, സഹോദരനും നടന്നു പോരും, ഹസ്ബൻഡ് ആണോ എന്ന് ചോദിച്ചു. ഒരാവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചു. അപ്പൊ അതിന്റെ ഒരു ചമ്മൽ പിന്നെ അവര് കാണുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഇടപാട് വേണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ജോലി അറിയാലോ. നിങ്ങളെ അനുവിനെ സഹായിക്കേണ്ടത് ജനറൽ നോളജ് വെച്ചിട്ടാണ്. ഓക്കെ. അനുവിന് അത്യാവശ്യം കാശ് ഉണ്ടാക്കി കൊടുക്കണ്ടേ നമുക്ക്? 1 കോടി. അതെ അതെ അതെ. 1 കോടി കേട്ടാ പേടിയാവും അനു? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് 1 കോടി കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്.
ഇതുവരെ ഇവിടെ ആരും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇതുവരെ 1 കോടി കൊണ്ടുപോയില്ല, പക്ഷെ പലരായിട്ട് 5.25 കോടി കൊണ്ടുപോയി. അല്ല, ഞാൻ ഇങ്ങനെ 1 കോടി കൊണ്ടുപോയി കഴിഞ്ഞാലേ നാളെ പത്രത്തിലൊക്കെ വരുമായിരിക്കും. ഉറപ്പല്ലേ? അനുമോൾ കൊടിശ്രീ. പിന്നെ മാത്രല്ല സ്റ്റാർ നമ്മുടെ 24 ഇൻവെസ്റ്റിഗേഷൻ. എനിക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇങ്ങനെ പോയാ. അതിന്റെ സാധ്യത എല്ലാം ഉണ്ട്. അപ്പൊ 1 കോടി അടിക്കാനുള്ള രീതിയിൽ പോയിക്കോളൂ. അതെ അതെ. ഓക്കെ. സാർ, നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടത് നമ്മൾ സൗദിയിൽ വെച്ചാണല്ലേ സാർ? അതെ അതെ. എനിക്ക് ശരിക്കും പറഞ്ഞാല് എനിക്ക് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ. ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര പേടിയെന്ന് വെച്ചാൽ സാർ നമ്മളെ സ്റ്റാർ മാജിക്കിന്റെ ഫോറിന്റെ അവിടേക്ക് നിൽക്കുമ്പോ ശരിക്കും ഞങ്ങൾ ഓടുമായിരുന്നു, ഞങ്ങൾ എല്ലാവരും. ആരും പേടിപ്പിച്ചിട്ടില്ലെന്നുള്ള ഒരു ആർട്ടിസ്റ്റിനെ. പക്ഷെ എനിക്കിപ്പോ പേടിയില്ല, കാരണം ഞാനും അവരെ പോലെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അത് ശരിക്കും കാര്യം അത് അവര് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാനും അവതരിപ്പിക്കുന്നു. അപ്പൊ അവര് അവതാരകന്റെ മനസ്സൊക്കെ എനിക്കറിയാൻ പറ്റും. ഇന്ന് പക്ഷെ അനുവിന്റെ കാര്യം രഹസ്യമായിട്ട് എന്റെ അടുത്ത് പ്രൊഡ്യൂസർ പറഞ്ഞെന്തറിയോ? അനു ഈ ഷോയിൽ വരുന്നത് പ്രമാണിച്ച് ഭക്ഷണമേ കഴിച്ചില്ല എന്നുള്ളതാണ്. സത്യമാണോ? അതെ. അതെന്തോ ടെൻഷൻ കയറിട്ടോ? എന്തോ ടെൻഷൻ കയറി? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല. ഉച്ചയ്ക്ക് കഴിച്ചോ? ഇല്ല. അപ്പൊ ഡിന്നർ കഴിച്ചിട്ടില്ല. അപ്പൊ രാത്രി ഭക്ഷണം എല്ലാം മിസ് ചെയ്തിരിക്കുക. അപ്പൊ ഇനി ഇതിന്റെ ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് കഴിക്കാൻ വെച്ചിരിക്കും. 1 കോടി നേടിയിട്ട് കഴിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ബോധമറ്റ് തറയെ വീണാ ഞാൻ പിടിച്ചോളാം. അപ്പൊ അനുവിന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ എങ്ങനെ? അത്യാവശ്യം കാശൊക്കെ ഉള്ള വീടാണോ? അതോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ എന്തായിരുന്നു പരിപാടി? അച്ഛന് കരിപ്പെട്ടിയുടെ ബിസിനസ്സാണ്. കരിപ്പെട്ടി, ശർക്കര കരിപ്പെട്ടിയാണ് ശരിക്കും. ശർക്കരയും കരിപ്പെട്ടിയും രണ്ടാണ്. അതെനിക്കറിയാം. കരിപ്പെട്ടി കച്ചവടം ചെയ്തിട്ടുള്ള ഒരാളോടായി പറയുന്നത്. ചെയ്തിട്ടുണ്ടോ? പിന്നെ എനിക്ക് പലർക്കിടയിലൊക്കെ അച്ഛനൊക്കെ പലർക്കിടയിൽ റേഷൻ കടയൊക്കെ ഉണ്ടായിരുന്നു. ആണോ? ശർക്കര എന്താണ്, കരിപ്പെട്ടി എന്താണ് എന്നൊക്കെ എനിക്കറിയാം. അല്ല, ചിലവർക്ക് അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞേ, 2 ഒന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പൊ അച്ഛന് ഈ കരിപ്പെട്ടിയുടെ ഒക്കെ ബിസിനസ് ഉണ്ട്. അപ്പോ പുള്ളി കൊണ്ടുനടന്ന് വിൽക്കുവോ? അത് ഹോൾസെയിലായിരുന്നു? പണ്ട് കൊണ്ടു നടന്ന് വിൽക്കുമായിരുന്നു. ഇപ്പൊ ബിസിനസ് കുറച്ച് കുറവാണ്. ഈ ഒരു കരിപ്പെട്ടിയുടെ ഒരു ബാഗിനകത്തും കണ്ട അനു കുട്ടിക്കാലത്ത് ഒളിച്ചിരുന്ന ഒരു കഥ കേട്ടു. പണ്ട് കുഞ്ഞിലെ. എത്ര വയസ്സുള്ളപ്പോ? അതൊരു 5-6 വയസ്സ്. എന്തിനാണ് ഈ കരിപ്പെട്ടിയുടെ കൂടിനകത്ത് വരുന്നത്? രാവിലെ ഇങ്ങനെ കരിപ്പെട്ടിയായിട്ടൊക്കെ പോവുമല്ലോ. പോകുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ഈ അച്ഛൻ എവിടെ പോകുന്നത്, എവിടെയൊക്കെയാണ് കരിപ്പെട്ടി കൊണ്ട് കൊടുക്കുന്നത്, അതൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ പോയ സമയത്ത് ഈ പെട്ടിക്കകത്ത് കയറി ഒളിച്ചിരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കാറിൽ വെച്ചാ കൊണ്ടുപോകുമ്പോ എനിക്ക് ഒരുപാട് നേരം ഇരുന്നപ്പോ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു ഇങ്ങനെ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇതെന്ത് ഇവിടുന്ന് ശബ്ദം വരുന്നേ? അപ്പൊ അച്ഛൻ പിന്നെ നോക്കിയപ്പോ ഞാൻ ആ സമയത്തൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അച്ഛൻ എല്ലാ കരിപ്പെട്ടിയും കൊണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ അച്ഛൻ സ്ഥിരമായിട്ട്, ഞങ്ങൾ 2 പേര്, അച്ഛൻ, ഞാനും എന്റെ ചേച്ചി. ചേച്ചി കല്യാണം കഴിഞ്ഞു. ചേച്ചിയും ചേട്ടനും മോനൊക്കെ ആയിട്ട്. ഇപ്പൊ വേണ്ട, ഫിനാൻഷ്യലായിട്ട് കുറച്ച് കാശൊക്കെ സമ്പാദിച്ചിട്ട് കല്യാണം സ്വന്തമായിട്ട് കാശുണ്ടാക്കി കല്യാണ കത്തടിച്ച് താലി വാങ്ങിച്ച് ഒരാളെ കെട്ടുക എന്നുള്ളതാണോ പരിപാടി? താലി ഞാൻ മേടിക്കണം. അല്ലല്ല, താലി വാങ്ങിച്ച് അയക്ക് കൊടുത്തിട്ട് അങ്ങനെ അത് താല്പര്യമില്ല. അനുവിനെ കെട്ടിക്കാൻ വേണ്ടി നാട്ടുകാർ തീരുമാനിച്ചിട്ടില്ല? വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അവരെക്കാളും തിടുക്കം നാട്ടുകാർക്കാണ്. സത്യം. അനു പറയുന്നത് അനുവിന്റെ അച്ഛനും അമ്മയും പിരിയാനുള്ള വിഷമം കൊണ്ടാ കെട്ടാത്തതെന്ന്. അങ്ങനെയുണ്ട്. പിരിയെന്ന് പറഞ്ഞാല് അത് ഏതൊരു മക്കൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഷൂട്ടും കാര്യങ്ങളും വരുമ്പോ ഞാൻ ചേച്ചിയുടെ കൂടെ നിക്കുന്നേ. എന്നാലും എനിക്ക് എപ്പോഴും അച്ഛനും അമ്മയും കാണാനൊക്കെ തോന്നാറുണ്ട്. അതെ. അതുകൊണ്ട് പിന്നെ ഇപ്പം കല്യാണം ഇപ്പൊ വേണ്ടെന്നുള്ള തീരുമാനത്തിലാണ്. അതെ, സമയമാകുമ്പോ നമ്മളിപ്പോ ഇടിച്ചു കയറി അങ്ങോട്ട് കല്യാണം കഴിക്കാൻ പോണ എന്തിനാ? സമയമാകുമ്പോ നമുക്ക് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കല്യാണം കൊണ്ടുവരും. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഈ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുന്നില്ലയോ? കല്യാണ മാർക്കറ്റിലേക്ക് ആരും ഇറങ്ങിയില്ലെങ്കിൽ പോലും ഇറക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ടോ? അങ്ങനെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല സാർ. അതെനിക്ക് താങ്ങാൻ പറ്റുന്നതാണോ? അതറിയില്ല. ഇപ്പൊ വീട്ടിലെ ആലോചന വരുന്നുണ്ട്. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് അറേഞ്ച്ഡ് മാരേജ് ഇഷ്ടമില്ല. എനിക്ക് അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. അല്ല, അറിയണം. എനിക്ക് കുറച്ച് എന്താ സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ 1-2 സങ്കല്പം പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രണയേശ്വരന്, ഒരു കാമുകന് കല്യാണം കഴിക്കണമെന്ന് തോന്നിയാലോ? അല്ല, എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. എന്ത് മനസ്സിലാക്കണം? നല്ല ആർട്ടിസ്റ്റ് ആണെന്ന്. ആർട്ടിസ്റ്റ് എന്നല്ല, എനിക്കിപ്പം ഈ ഒരു ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്കിപ്പോ ലൈഫ് ലോങ് എനിക്ക് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അത് ജീവിതത്തിലോ അല്ല, അഭിനയിക്കണം. അപ്പം
അപ്പൊ അതൊക്കെ അറിഞ്ഞ് അഭിനയത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ കല്യാണം പിന്നെ കഴിക്കും. ഈ support ഫീൽഡിൽ ചെയ്യണം. നിന്നുള്ള ആർട്ടിസ്റ്റ് ആയിരിക്കണം നിർബന്ധമുണ്ടോ? ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല, എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളായിരിക്കണം. ആ. പിന്നെ അതുകൂടാതെ അത്യാവശ്യം കാശുള്ള ആളായിരിക്കണം. കാശ് ഒരുപാട് കാശ് വേണം, സൗന്ദര്യം വേണം, അങ്ങനെയൊന്നും എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളായിരിക്കണം. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്, അത് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അല്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് എളുപ്പമായിരിക്കും. അത് കാരണം ഇപ്പൊ അനു ഉണ്ടല്ലോ, ഒരു മാട്രിമോണി കൊണ്ട് പരസ്യം കൊടുക്കണമെങ്കിൽ 2500 രൂപ മിനിമം കൊടുക്കണം. ഇതാകുമ്പോ ഫ്രീ ആയിട്ട് സംഭവം അങ്ങ് പോകും. അത് ശരിയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരെത്തും. ശരിയാണല്ലേ? പിന്നെ യൂട്യൂബിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുമ്പോൾ ഡിജിറ്റലായിട്ട് പറക്കും. അതെ. പല സ്ഥലത്തും അപ്പൊ ഞാൻ പറയാലോ, പറഞ്ഞു. എന്റെ സങ്കല്പങ്ങള് എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആള്, മനസ്സിലാക്കണം, നന്നായിട്ട് സ്നേഹിക്കണം. എന്റെ അമ്മ എന്നുവെച്ചോ വലിയ പാടുള്ള കാര്യമില്ല. അങ്ങനെയല്ല, കള്ളസ്നേഹമല്ല, ആവശ്യത്തിന്. ഇപ്പൊ എന്തെങ്കിലും തെറ്റ് കണ്ടെന്ന് വിചാരിച്ചോ, അത് പറഞ്ഞു തന്ന് തിരുത്തി തരണം. നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു തരണം. പിന്നെ മനസ്സിൽ, അതായത് ഉള്ളില് എന്നെ അതിപ്പോ പറയാവൂന്നേ, പറഞ്ഞ പ്രശ്നം. കാരണം ഇപ്പം എന്താ പറയാ, ഞാൻ ഉള്ളില് എന്നെ വെച്ചിട്ട് പുറത്ത് വേറൊരു പെൺകുട്ടി അങ്ങനെയൊക്കെ സ്നേഹം കാണിക്കില്ല, അതൊന്നും പാടില്ല. അങ്ങനത്തെ പരിപാടിയൊന്നും പാടില്ല. അതില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് പോണം, കട്ട് ചെയ്തിട്ട് പോണം. അപ്പൊ അങ്ങനെ 3 കാര്യം തന്നെ പാടായി. പരസ്പരം ഭയങ്കര വിശ്വാസമായിരിക്കണം. പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടായി കാണൂ ഭൂമിയില്. അതാണ് ഡൗട്ട്. അങ്ങനെ അത് ഞാൻ എന്തായാലും നന്നായി അനു, അത് നന്നായി. അപ്പൊ അനുവിന്റെ അഭിനയം തുടങ്ങുന്ന ഏത് പ്രായത്തിലാ? അഭിനയം തുടങ്ങുന്നത് ഞാൻ +2 കഴിഞ്ഞതിന് ശേഷമാണ് അഭിനയം തുടങ്ങുന്നത്. ആര്യനാട് എന്ന് പറയുന്ന ഈ ഗ്രാമം മനോഹരമായ പ്രദേശമാണ്. അതെ. അനുവിന്റെ വീട് കുറച്ച് ഉള്ളിലോട്ടല്ലേ? ഉള്ളേരി. ആര്യനാട് എവിടെയായിട്ട് വരും? ആര്യനാട് ചേരപ്പള്ളിയിലാണ് ഞാൻ ഇപ്പൊ. ചേരപ്പള്ളിയിലാണ്. അതെ. അപ്പൊ ചേരപ്പള്ളി അനു എന്നാണ് പറയേണ്ടത്. ചേരപ്പള്ളി. അതെ, ചേരപ്പള്ളി അനു. അത് ചേരത്തില്ല അല്ലേ? ഇല്ല, ആര്യനാട് അനു. ആര്യനാട് വേണ്ട, അനുമോൾ. അനുമോൾ അത് മതി. അപ്പൊ എന്നിട്ട് ഏതെങ്കിലും കലാപരിപാടിയോ മത്സരങ്ങളോ എങ്ങനെയാണ് അറിയപ്പെട്ടത്? ഞാൻ ഈ ഒരു ഫീൽഡ് വന്ന സീരിയലും ഈ സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലും അറിയപ്പെട്ടത്. പിന്നെ അതിന് മുന്നേ വരെ എനിക്കൊന്ന് സ്റ്റാർ മാജിക്കിൽ അനു ഒരുപാട് പൊട്ടത്തരം പറഞ്ഞപ്പോഴാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിച്ചത്. അതെ അതെ അതെ. അനുമോൾ അനു ഭയങ്കര ബുദ്ധിമതിയാന്നുള്ളത് അറിഞ്ഞൂടാ. അതിപ്പോ കാണാം. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്കറിയാം, അനു ഇവിടെ പല ചോദ്യത്തിന് ഉത്തരം പറയും. മാത്രമല്ല ആൾക്കാര് അനുവിന്റെ ഒരു അഭിനയ സിദ്ധി അവിടെ തന്നെ ഞാൻ കണ്ടു. എന്താണെന്നറിയോ, അനു പൊട്ടിയായിട്ട് അവിടെ സ്റ്റാർ മാജിക്കിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ ഒരാൾക്ക് മനസ്സിലായില്ല അനു ഇത് അഭിനയിക്കുകയാണെന്നുള്ളത്. അതെ അതെ. ബുദ്ധി അല്ലേ? ഭയങ്കര ബുദ്ധിയാണ് അല്ലേ? അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. അഭിനയിക്കണം, പിന്നെ സിനിമയിൽ അഭിനയിക്കണം ഏറ്റവും വലിയ ആഗ്രഹമാണ്. സിനിമയിൽ അഭിനയിച്ചല്ലോ. അതിപ്പോ 2 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെ എടുത്തും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 സിനിമ അഭിനയിച്ചോളൂ. ഇപ്പൊ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ആസിഫ് അലിയുടെ കൂടെ മഹേഷും മാരുതി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു. അതെന്നാ ഇറങ്ങുന്നത്? അതറിയില്ല, ഉടനെ ഇറങ്ങും. ഡബിങ് നല്ല വേഷമാണോ? നല്ല വേഷമാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ആസിഫലിക്ക പെണ്ണാണ് വരുന്നത്. അത് ഈ സ്റ്റാർ മാജിക് ഷോയിൽ നമ്മുടെ മണിമുല്ല സാറ് ഇതായിട്ട് വന്നു, ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ പുള്ളി വന്ന സമയത്ത് എന്റെ അടുത്ത് നമ്മുടെ അസീസൊക്കെ പറഞ്ഞു പുള്ളിയുടെ പോയി കളിക്കാൻ. ബാക്കിയുള്ളവരും കളിക്കാൻ പേടിയാ, ഡാൻസ് കളിക്കാൻ. അപ്പൊ പോയി കളിക്കാൻ പറഞ്ഞു, കണ്ണു കാണിച്ചു. ഞാൻ പോയി ഡാൻസ് ചെയ്തു. നമ്മൾ കൈയൊക്കെ പിടിച്ച് ഡാൻസ് ചെയ്തപ്പോ പുള്ളി കളിച്ചു. പക്ഷെ പുള്ളി കാല് വയ്യാണ്ടിരിക്കായിരുന്നു. അപ്പൊ പുള്ളി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് കാല് വയ്യാണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അനുമോള് വന്ന് ഡാൻസ് എന്റെ കൂടെ കളിച്ചപ്പോ എനിക്കും കളിക്കാൻ തോന്നി, അതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് വന്നപ്പോ സാറിന്റെ സീറ്റിൽ ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമായിരുന്നു. അനുങ്ങ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അടുത്തിരുത്തിട്ട് സംസാരിച്ചു. എവിടെയാണ് വീട്? ഞാൻ ട്രിവാൻഡ്രം ആണല്ലോ, എന്തൊക്കെ എന്റെ വിശേഷം, എന്തൊക്കെ സിനിമ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇല്ല സാർ, സിനിമ ചെയ്യുന്നില്ല, സിനിമ ചെയ്യാനാണ് ആഗ്രഹം. ആണോ? ഷോ, ഞാൻ ഒരു സിനിമ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്യാരക്ടർ ഫുള്ളും അതിൽ ആയിട്ടുണ്ട്. ഇപ്പൊ അനു ഒരു കുഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, അനു അഭിനയിക്കുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം, കുഞ്ഞായാലും ഞാനത് അഭിനയിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ, എന്നാൽ ഞാൻ ഡയറക്ടർ അടുത്ത് പറയാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാന്നാണ് ഞാൻ അന്ന് കരുതിയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് സാറിന്റെ നമ്പർ മേടിച്ചു. അല്ല സാറല്ല, നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ കോർഡിനേറ്റർ അലീന എന്ന് പറഞ്ഞ കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചു. വിളിച്ചിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇത് ചെറിയ, അപ്പോൾ ഡയറക്ടർ പറഞ്ഞു അത്രേ, നമ്മൾ വെച്ചിരിക്കുന്ന ക്യാരക്ടർ കുഞ്ഞു ക്യാരക്ടറാണ്, ഈ കുട്ടിക്ക് നമുക്ക് കുറച്ചുകൂടെ നല്ല ക്യാരക്ടർ കൊടുക്കാന്ന് പറഞ്ഞു. ആ ഒരു ക്യാരക്ടറെ കുറച്ചും കൂടെ വലിയൊരു ക്യാരക്ടറാക്കി തന്നു. ജസ്റ്റ് പെണ്ണാണാൻ വരുന്ന സീൻ മാത്രമാണ് അതിൽ അവർക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ക്യാരക്ടറിനെ കുറച്ചും കൂടെ വളർത്തിയെടുത്തു. ഡയലോഗ്സ് ഒക്കെ കുറച്ച് കൂട്ടി. ഒരു ദിവസം ഫുള്ളും എന്റെ സീനായിരുന്നു എടുത്തത്, ആസിഫ് അലി ആയിട്ടുള്ള കോമ്പിനേഷൻ.
സീരിയലിൽ പെണ്ണാണ് വരുന്ന പെണ്ണാണ വരുന്നു, എനിക്ക് ആസിഫെ ഇഷ്ടാവുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സീന. അപ്പൊ നന്നായി. അതെ അതെ ഓക്കെ, അതെന്തായാലും നന്നായി. പിന്നെ ഒരു സിനിമ കൊണ്ടുണ്ടല്ലോ, അപ്പൊ 2 സിനിമ, ഒരു സിനിമ ഇല്ലേ? മുന്നേ അഭിനയിച്ച തിങ്കൾ മുതൽ വെള്ളി വരെ അഭിനയിച്ചു. സോറി മറന്നു കേട്ടോ, 3 സിനിമ അഭിനയിച്ചു. പിന്നെ അഭിനയിച്ചത് കല്യാണം എന്ന് പറഞ്ഞ ഒരു മൂവി, ഗിരിഗിരി ചേട്ടന്റെ പേരായിട്ട് അഭിനയിച്ചു. ഓക്കെ, അപ്പൊ ചുരുക്കം പറയാം, ഈ സിനിമകൾ ഇനി ഒരുപാട് കാത്തിരിക്കുന്നു. അതെ, എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് അനു തുടങ്ങിയത് സീരിയലിൽ നിന്ന് അല്ലേ? സീരിയലിൽ നിന്നാണ് തുടങ്ങിയത്. ഏത് സീരിയലായിരുന്നു? ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് അനിയത്തി, മഴവിൽ മനോരമയിലെ അനിയത്തി എന്ന് പറയുന്ന ഒരു സീരിയലിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സംഗമം, പിന്നെ അമ്മുവിന്റെ അമ്മ, അങ്ങനെ പിന്നെ ഫ്ലവേഴ്സിൽ അരുന്ധതി, രാത്രി മഴ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സീരിയൽ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റാർ മേജിലേക്ക്, അതോടെയാണ് ലോകം അറിഞ്ഞത്. ലോകം അനുമോളിനെ അനുക്കുട്ടിയാക്കി മാറ്റിയത് സ്റ്റാർ മേജിക്കിൽ വന്നതിന് ശേഷം, തമാർപ്പടാറിൽ വന്നതിന് ഏതോ ഒരു സീരിയലിൽ അനുവിനെ കൊലപ്പെടുത്തി കളഞ്ഞായിരുന്നല്ലോ. അതെന്താന്ന് പറഞ്ഞാലേ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിലേക്ക് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. കാരണം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുഞ്ഞിലേക്ക് ടീച്ചേഴ്സൊക്കെ ഒന്ന് ചോദിക്കില്ലേ, നിങ്ങൾക്കൊക്കെ വലുതാകുമ്പോൾ ആരാകണമെന്നാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ എല്ലാവരും പൈലറ്റ് ആവണം, അല്ലെങ്കിൽ എനിക്ക് ടീച്ചർ ആവണം, പോലീസ് ആവണം, പട്ടാളാവണം, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ എന്റെ ഉള്ളിൽ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ സിനിമാ നടി ആവണമെന്ന്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പറയും, എനിക്ക് സിനിമാ നടി ആയാൽ മതി എന്ന് പറയുമ്പോൾ ചുമ്മാ ഇരിക്കും, ചിരിപ്പിക്കല്ലേ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയും അതൊന്നും പറയണ്ട, നീ പോലീസ് ആവണമെന്ന് പറയും. അപ്പൊ പറഞ്ഞു ശരി എന്നാ അങ്ങനെ പറയാം. ടീച്ചർ എനിക്ക് പോലീസ്. അപ്പൊ അങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ എത്ര നാളും പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എന്തായാലും എന്റെ മനസ്സിൽ ഒരു സിനിമാ നടിയാവണം. അപ്പൊ ഞാൻ ഈ മിററിന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ ഓരോ കോപ്രായങ്ങളെ കാണിക്കുമ്പോൾ അച്ഛൻ പറയും, നീ സിനിമ നടിയാവും. അത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. അങ്ങനെ ഇരിക്കെ എന്റെ ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് ഫോൺ ചെയ്യായിരുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ശങ്കർലാൽ എന്ന് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്. അപ്പൊ പുള്ളിക്കാരനോട് ചോദിച്ചു, അപ്പൊ ഞങ്ങൾക്ക് ഈ സിനിമ ഫീൽഡ് എന്നൊക്കെ പറയാൻ ഭയങ്കര ഒരു അതിശയോ. അപ്പം ചേട്ടാ ഇത് ആരാ വിളിച്ചേ? ശങ്കർലാൽ. അതാരാ? അത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഇങ്ങനെ ആൾക്ക് ഇങ്ങനെ സൗണ്ട് കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, അയ്യോ ഇങ്ങനെയൊക്കെയോ, അയ്യോ. അപ്പം എന്നാ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്നാ എങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ചാൻസ് മേടിച്ചു തരൂ, ഒരു ചെറിയ പാസിംഗ് റോൾ എന്തെങ്കിലും, നിനക്ക് അഭിനയിക്കാൻ അങ്ങനെ ഇഷ്ടമാണോ? പിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പുള്ളി, അന്ന് ആ സമയത്ത് വാട്സപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്റ്റുഡിയോ പോയി കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് 10-15 ഫോട്ടോസ് ഈ പുള്ളിക്കാരനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചിയും ചേട്ടനും കൂടെ കൊണ്ട് കൊടുത്തു. അപ്പൊ ഈ പറയുന്ന ഡയറക്ടർ, ഈ മഴവിൽ മനോരമ അനിയത്തി എന്ന് പറഞ്ഞ സീരിയലിന് വേണ്ടിയിട്ട് ഗണേഷ് ഓലിക്കരയും ഷൈജ് സാറാണ് ഡയറക്ടർ, റൈറ്റർ ഗണേഷ് ഓലിക്കര എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. അപ്പൊ കൊണ്ടു കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു, നേരിൽ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ നേരിൽ പോയി കണ്ടു, എനിക്ക് സ്ക്രിപ്റ്റൊക്കെ തന്നു, അഭിനയിക്കാൻ പറഞ്ഞു. പക്ഷെ ഉള്ളിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഡയലോഗ് തന്നു, പ്രോമിറ്റ് ചെയ്ത് തന്നു, ഞാൻ അഭിനയിച്ചു. ഓക്കെ, സെലക്ടഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു, പോയി അഭിനയിച്ചു. അന്നൊരു ദിവസം മാത്രമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. എന്റെ അഭിനയം അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു കാണും അല്ലേ? ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ കൊണ്ടു നടക്കണമെന്ന് സംശയിച്ചു. അല്ല, അവർക്ക് ആ ഒരു ദിവസം ഫുള്ള് എന്റെ സീൻ എഴുതി വെച്ചിരിക്കുവാ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പോ അവരെല്ലാം എടുത്തിട്ട് അവർക്ക് മനസ്സിലായി, ഇനി ഈ ക്യാരക്ടർ കൊണ്ടുപോയി ശരിയാവില്ല. ഇല്ല, അങ്ങനെ മരിച്ചില്ല. ആ സീന് പിന്നെ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ഇനി എനിക്ക് അഭിനയിക്കാനൊന്നും പറ്റില്ലേ. കാരണം കാശ് മോഹിച്ചിട്ടല്ല ഞാൻ അഭിനയിക്കുന്നത്, എനിക്കൊന്നും ഫേമസ് ആവണം, അങ്ങനെയൊക്കെ ഒന്ന് ആഗ്രഹം, നടിയാകണമെന്നാ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ അഭിനയം അന്നോടെ നിർത്തിയെന്നാ വിചാരിച്ചിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഈ സീരിയലിന്റെ ക്യാമറമാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സീരിയൽ വരുന്നുണ്ട്, ബോബൻ അലുമുണ്ട് അനിയത്തിയായിട്ടാണെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. അതില് എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലെന്നെ കൊന്നു, അതിലാണ് എന്നെ കൊന്നു എന്ന് പറഞ്ഞത്. അതൊരു 50 കാരണം അവരെന്നെ അത്രയ്ക്ക് എന്നെ സഹിച്ചു കൊണ്ടുപോയി മാക്സിമം. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല, ചിരിച്ചിരുന്ന് ചിരിക്കുക. അല്ല, അതിപ്പം അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാല് അവര് എന്നെ എനിക്ക് ഈ പ്രോമിറ്റ് ചെയ്തിട്ടില്ലേ, പ്രോമിറ്റ് ചെയ്തിട്ട് എനിക്ക് ക്യാച്ച് ചെയ്യാൻ അറിയത്തില്ല. ഇവര് ഡയലോഗ് പറഞ്ഞു പോകുമ്പോൾ പറ്റുന്നില്ല, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ അവര് പറഞ്ഞു പോകുമ്പോഴായിരിക്കും ഞാൻ പെട്ടെന്ന് തെറ്റുന്നത്. അങ്ങനെ ഒരു സീനൊക്കെ 36 ടേക്ക് പോയിട്ടുണ്ട്. 36 ടേക്ക്. അതൊക്കെ റെക്കോർഡാണല്ലോ. അതെ. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് എന്നോട് ദേഷ്യം തുടങ്ങി, ഇതെന്താ എനിക്ക് പറ്റിയതല്ല അഭിനയം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ അങ്ങനെ അതിലെന്നെ എന്റെ സ്വന്തം സഹോദരൻ എന്റെ തലക്കടിച്ച് കൊല്ലുന്ന സീനായിരുന്നു. അതെ, അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ അപ്പൊ നമുക്കൊരു പേര് അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സീരിയൽ നമ്മളെ വിളിക്കത്തില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര വിഷമമായി. എല്ലാരും എന്നെ എന്താ കൊന്നു കളഞ്ഞേ, എല്ലാരും കളിയാക്കാൻ എല്ലാവർക്കും അറിയാം. അഭിനയത്തിന്റെ അവർക്കറിയില്ല ഈ ടേക്ക് ഇത്രയും പോകുന്നുണ്ട്. അതിപ്പം ഇപ്പൊ ഇത്രയും വർഷമൊക്കെ ആയില്ലേ, എക്സ്പീരിയൻസ് ആയല്ലോ അതിന്റെ. ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ ഞാൻ ആ സീരിയൽ ഇങ്ങനെ കാണുമ്പോഴേ ഞാൻ വിചാരിച്ചു മല്ലിക ചേച്ചിയെ പോലെ ഇത്രയും പ്രതിഭാധനയായ ഒരു ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അനുവിന് നല്ല പേടിയാവാൻ സാധ്യതയുണ്ട്. ആദ്യം പേടി ഉണ്ടായിരുന്നു മല്ലികമ്മയുടെ കൂടെ അഭിനയിക്കാൻ. ഇത്രയും വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കാൻ ആദ്യം പേടി ഉണ്ടായിരുന്നു. പക്ഷെ
പുള്ളിക്കാരി ഭയങ്കര കോൺഫിഡൻസ് നിന്നാണ് നിർത്തിയിരിക്കുന്നത്. ആ ചേച്ചി എങ്ങനെയാ? എനിക്ക് തന്നെ കോൺഫിഡൻസ് തരും എന്റെ അടുത്ത് വന്ന്. അങ്ങനെയാ. അപ്പൊ ചേച്ചിയുടെ ഒരു പ്രത്യേക ക്യാരക്ടർ അത്. അതല്ല, ചേച്ചി അനുവും ഒപ്പത്തിനൊപ്പം അഭിനയിക്കുന്ന രീതിയിലൊക്കെ ഒരു പ്രചാരം കിട്ടുക എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ കിട്ടിയോ? അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടെ. കാലി പൊങ്ങല്ലേ, തറയി വീഴും. അല്ല, ഈ അനുവിന്റെ അനുവിന്റെ ഹൈറ്റ് അതൊക്കെ സിനിമയെ പ്രശ്നമായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ട്. സിനിമയിൽ മാത്രമല്ല, സീരിയലിലും വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞു, ഈ സംഗമം എന്ന് പറഞ്ഞ സീരിയൽ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതൊന്നും ഒരു വിഷമാവരുത്. കാര്യം അറിയുമോ, ഈ ഹൈറ്റ് ഇല്ലാത്ത ഇപ്പൊ 4-5 എല്ലാ ലൊക്കേഷനിലും, സിനിമ ലൊക്കേഷനിലെ, ടിവി സീരിയൽ ലൊക്കേഷനിലൊക്കെ 5-6 ചുടുകെട്ട അവിടെ വെച്ചു ക്ലോസ് ഷോട്ട് വെക്കുമ്പോ ചുടുകെട്ടയുടെ മേളിൽ കയറി ചൂടുണ്ട്, കട്ടയുണ്ട്, ഒരു 8-10 കട്ടയുണ്ട്. അപ്പൊ തരികൊരു 15 കട്ട. വിഷമമൊന്നുമില്ല. ആ ടൈമിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ഈ ഹൈറ്റ് ഒക്കെ എന്നാ നോക്കുന്നത് എന്നൊക്കെ ഉള്ളത്. കാരണം എന്നോട് പറയും അനു, ഓരോ കൺട്രോൾമാർ വിളിച്ചിട്ട് പറയും, അനു ഇങ്ങനൊരു ക്യാരക്ടറാണ്, നായകന്റെ അനിയത്തിയാണ്, അല്ലെങ്കിൽ നായകന്റെ അനിയത്തിന് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട് അനു. അപ്പം ഓക്കെ, കോസ്റ്റ്യൂമൊക്കെ സ്റ്റിച്ച് ചെയ്തോളൂ, എല്ലാം ഓക്കെ ആക്കിയോളൂ എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാം റെഡി ആക്കി വെച്ചതിന് ശേഷം ലാസ്റ്റ് നിമിഷത്തിൽ ഷൂട്ട് തുടങ്ങുന്ന തലേ ദിവസം, ചേട്ടാ നാളെ എത്ര മണിക്കാണ് ഞങ്ങൾ വരേണ്ടേ? ആ ടൈമിൽ പറയുവാ, ഫോൺ എടുക്കത്തില്ല വിളിച്ചിട്ട്. എന്നിട്ട് ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിക്കും, അച്ഛനെ ഫോണിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അതിന് മുന്നേ ജസ്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഫോൺ എടുക്കാണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ട് ഞാൻ വേറെ വഴി അന്വേഷിക്കാൻ പറയും. ഇതുപോലെ ഹൈറ്റിന്റെ പ്രശ്നത്തില്, പിന്നെ അഭിനയത്തിന്റെ പ്രശ്നത്തില് ചാനലിൽ നിന്ന് റിജക്ട് ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് പോയിട്ടുണ്ട് ഹൈറ്റിന്റെ പ്രശ്നത്തിൽ. എനിക്കൊന്നും അതൊരു വിഷയമല്ല. ഇപ്പൊ ഇന്നത്തെ സാങ്കേതിക സാധ്യതകളും ചുടുകട്ട ഉള്ളിടത്തോളം കാലം അതെ അനുവിന് ടെൻഷന്റെ ആവശ്യമില്ല. കാരണം ഹൈറ്റൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മള് അജയനില്ലേ, നമ്മുടെ പക്രുചേട്ടൻ, അജയനൊക്കെ യഥാർത്ഥത്തില് ക്ലോസ് ഷോട്ടില് ടൈറ്റ് ക്ലോസിൽ കാണിക്കുമ്പോഴേ ആ അജയൻ ഒരു 12 അടി നീളമുള്ളവർ തോന്നുന്നു. എന്തോ പ്രശ്നം? ഒരു പ്രോബ്ലം. അത് ക്യാമറയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകളുണ്ട് അല്ലേ. നമുക്ക് കണ്ണു വെച്ച് ക്ലോസ് ഷോട്ട് പിടിക്കാൻ പറ്റത്തില്ലല്ലോ ഒരാളുടെ, ക്യാമറയ്ക്ക് പറ്റുമല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. മാത്രല്ല ഇപ്പം സൂസുവില് ഒരുപാട് പ്രേക്ഷകര് കൊള്ളാമെന്ന് പറയുന്നു. അപ്പൊ മാത്രമല്ല ഫ്ലവേഴ്സിലെ സൂസുവിലെ മല്ലി ചേച്ചി കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നു. കാരണം മല്ലി ചേച്ചി ഏറ്റവും അവസാനം ഫ്ലവേഴ്സിൽ വന്ന് കൂടത്തായി എന്നുള്ള സീരിയലായിരുന്നു ചേച്ചി. അപ്പൊ അതിലൊക്കെ ചേച്ചി അടിപൊളിയായിരുന്നു. ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി ഒരു കാര്യത്തിലേക്ക് പറഞ്ഞാല് ആര്യനാട്ടിൽ നിന്ന് ബസ്സിൽ കയറി അഭിനയിക്കാൻ പോകുന്ന ആളായിരുന്നു അനു അല്ലേ? ബസ്സിൽ കയറി തന്നെ, ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി പോകുന്ന ഒരാളെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ആര്യനാട് കുറച്ച് ഉള്ള ഏരിയയാണ്. അപ്പം ഈ ഞങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞത് 35 കിലോമീറ്റർ ഡിസ്റ്റൻസാ വരുന്നത്. അപ്പൊ ഈ ലൊക്കേഷന് 2 വണ്ടികളെ ഉള്ളൂ. അത് മെയിൻ ആർട്ടിസ്റ്റുകൾക്ക് കൊണ്ടുപോകാൻ ഒരു വണ്ടി. കാരണം ഒരു 6 ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ആർട്ടിസ്റ്റിന് ഒരു വണ്ടി ആയിരിക്കും. പിന്നെ ഒരു വണ്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും വലിയ ഫേമസ് ആയിട്ടുള്ള വലിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവിടാൻ വേണ്ടി ലോങ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാമറ വണ്ടി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങൾക്ക് വണ്ടിയില്ല. അതിന് പകരം ഞങ്ങൾ ട്രാവലിംഗ് എക്സ്പെൻസ് തരും. അതുപോലും തരാത്ത കുറച്ച് പേരുണ്ടായിരുന്നു ആ ടൈമിൽ. ഇപ്പൊ 9 മണി 10 മണി അല്ലെങ്കിൽ 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഷൂട്ട് കഴിയുന്നത്. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. വരുന്നത് പോകുന്നതും ബസ്സിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ വന്ന ഇതിൽ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന ടൈമിലായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട്. പക്ഷെ ഇവര് എങ്ങനെ പോവും, അമ്മയും മോളും ആണ്. ഇത്ര ലേറ്റ് ആയിട്ടാണ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇവരെങ്ങനെ പോകുന്നു ഇവർക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, അന്വേഷിക്കത്തില്ല. നാളെ രാവിലെ വരണം അതൊക്കെ പറയാൻ ഭയങ്കര ഇതാണ്. പക്ഷെ എത്ര മണിക്ക് എത്തണം, എങ്ങനെ പോകുന്നതെന്നൊന്നും അവർ അന്വേഷിക്കുന്നുമില്ല. പക്ഷെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പ്രൊഡക്ഷനിലെയും ആർട്ടിലെ ചേട്ടന്മാരൊക്കെ ചോദിക്കും, അതിന് എങ്ങനെ പോകുന്നേ? അറിയില്ല ഏട്ടാ, ബസ്സിനായിരിക്കും. ഈ സമയത്തൊക്കെ ബസ് കിട്ടുമോ? പറയും കിട്ടുമായിരിക്കും, നമുക്ക് എന്തെങ്കിലും കിട്ടും. പക്ഷേ ഇതുവരെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ എന്തോന്നറിയില്ല. ആ സമയത്തൊക്കെ പെട്ടെന്ന് ഓട്ടോ വന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് വണ്ടിക്കൂലിക്ക് തികയാതെ വന്ന ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഉണ്ടായിട്ടുണ്ട്. തികയാത്തെന്ന് പറഞ്ഞ കാശ് ഇല്ലാത്തത് കൊണ്ടല്ല. ഒരു ദിവസം ഈ ഒരു നമ്മളെ സ്റ്റാർ മാജിക്കിന്റെ അത് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്ന് പറയാം. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നും തിരിച്ചു പോകുന്നത് പ്രൈവറ്റ് ബസ്സിലാണ്. മറ്റേ കല്ലട അല്ലെങ്കിൽ A1 ട്രാവൽസ് അതിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതാണ് പെട്ടെന്ന് എത്തും. കാരണം പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടുള്ളതാ, സീരിയലിന്റെ ഷൂട്ട്. അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും കൂടെ ഈ വൈറ്റില 1 മണി കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്, ബസ്സുണ്ട്, A1 ട്രാവൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ബസ് ഉണ്ട്. അങ്ങനെ നിൽക്കാൻ ഞങ്ങൾ വരുന്ന ബസ് ട്രിവാൻഡ്രം പോകുന്ന ഏതെങ്കിലും കൈ കാണിച്ചിട്ട് പറയും സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ചില ബസ്സുകൾക്ക് സീറ്റ് കാണത്തില്ല. അപ്പൊ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു 1:30 ആയപ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ട്. ബസ് വന്നിട്ട് ഞങ്ങൾ ചോദിച്ചു സീറ്റ് ഉണ്ടെന്നു. പുള്ളിക്കാരൻ പറഞ്ഞു സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു എത്രയാ രണ്ടുപേർക്കും കൂടെ? 800 രൂപ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അന്ന് 1000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അച്ഛൻ അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള കാശ് മാത്രം കയ്യിൽ കൊടുത്താണ് ഞങ്ങൾ വിടുന്നത്. അപ്പൊ അത്ര ഒരു 1000 രൂപ കയ്യിൽ വെച്ചിട്ട് അമ്മ 800 രൂപ ഓക്കെ. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അച്ഛൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. 800 രൂപ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയിരുന്നപ്പം സ്ലീപ്പറും സിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറയാ ഒരു സീറ്റേ ഉള്ളൂ, സ്ലീപ്പർ രണ്ടുപേർക്കും കൂടെ കിടക്കാൻ പറ്റും, മോളിൽ കിടക്കാൻ പറയും. അപ്പൊ എത്ര രൂപയെന്ന് ചോദിച്ചപ്പോൾ 1500 എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ 1000 രൂപ. അപ്പൊ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞാൽ അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് തരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല, ഇല്ല ഇറങ്ങിപ്പോണോന്ന് പറഞ്ഞു. ഇല്ല അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അന്ന് 1:30 മണി 1:45 ഞങ്ങൾക്ക് കൊച്ചിന്ന്. പക്ഷെ ഇവര് തമിഴ് ബസ് കയറി, മലയാളി അല്ല തമിഴാണ് അവര്, തമിഴന്മാരാ. ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് സ്ഥലം ഒന്നും അറിയത്തില്ല. ഞാനും അമ്മയും കുറച്ച് ദൂരം നടന്നപ്പോ ഞങ്ങളൊരു സ്ഥലത്ത് ചോദിച്ചു എവിടെ നിന്നാ ട്രിവാൻഡ്രം ബസ് കിട്ടുമെന്ന് ചോദിച്ചു. പറഞ്ഞു കുറച്ചും കൂടെ നടന്നാൽ ഇവിടെ നിന്നാൽ മതി, പ്രൈവറ്റ് ബസ്സൊക്കെ ഇവിടെ നിർത്തും, പിന്നെ KSRTC ബസ്സൊക്കെ എവിടെ വേണമെങ്കിൽ നിർത്തും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളിങ്ങനെ ബസ്സിനകത്ത് നിന്നപ്പോൾ ഈ സ്റ്റാർ മാജിക്കിൽ ടമാർപ്പടാറിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി കുറച്ച് നാടൻ പാട്ടൊക്കെ പാടാൻ പറഞ്ഞ കുറച്ച് സിംഗേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ഫാമിലി മൊത്തത്തില്. അവർ ഈ ഒരു ഓട്ടോയിൽ പോകുമായിരുന്നു. അപ്പൊ ഞങ്ങളെ കണ്ടിട്ട് അനു അല്ലേന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോ നിർത്തിയിട്ട് ചോദിച്ചു എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടാന്ന്. എന്തിനാ ഇവിടെ? അപ്പൊ ഞങ്ങൾക്ക് ബസ് ഇവിടെ വരും, ഞങ്ങൾക്ക് ഇവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോകുന്നത് വരെ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ബസ് വരുന്നത് വരെ ഞങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് വരുന്നത് വരെ ബസ്സിൽ കയറ്റി അങ്ങ് വിട്ടു. അപ്പൊ ഈ അനു സാധാരണ സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോഴേ കോസ്റ്റ്യൂം ഡ്രസ് നമ്മൾ തന്നെ കൊണ്ടുവരണം, അങ്ങനെയുണ്ടല്ലോ. അപ്പൊ ഈ അത്യാവശ്യം ആദ്യകാലത്തൊക്കെ അനുവിന് അത്യാവശ്യം ഈ ഒരു ഫീൽഡ് നമ്മളിപ്പോ ഒരു ആദ്യമായിട്ട് സീരിയലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് കുറവായിരിക്കും. ഞാൻ ആദ്യമായിട്ട് സീരിയൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് 1000 രൂപ തന്നു തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും, ഞാൻ ഇപ്പോഴും പറയാണ്, കാശ് മോഹിച്ചിട്ടോ കാശിന് വേണ്ടിട്ടോ അല്ല പോയത്, അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോയതാണ്. എന്നാലും ഞാൻ കണക്കത്തിയാണോ? അങ്ങനെയൊന്നുമില്ല, കണക്കൊന്നും പറയത്തില്ല. കാരണം ഞാൻ ഈ അഭിനയിക്കാനുള്ള ആഗ്രഹം സമയമായോ എല്ലാരും പറയാറുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അതെ. അപ്പൊ ഞാൻ ഈ ഒരു ഫീൽഡിൽ കയറിയ സമയത്തും സീരിയലിൽ നിന്ന് എനിക്കറിയില്ല ഇത്രയും ഒരു ദിവസം ഇത്ര ഡ്രസ്സ് വേണമെന്ന്. ഒരു ദിവസം ഒരു 15 ഡ്രസ്സെങ്കിലും വേണം. ഈ 15 ഡ്രസ്സും അന്ന് ആവശ്യം വരും. ആ 15 ഡ്രസ്സ് പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പാടില്ല, പ്രശ്നം വരും. അപ്പൊ ഞങ്ങൾ എടുക്കുന്ന ഡ്രസ്സൊക്കെ 500, 600, 1000 ആ റേറ്റിനുള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ അവർ പറയും ഇത് പറ്റത്തില്ല, കുറച്ചും നല്ല ഡ്രസ്സ് എടുക്കണം, കുറച്ചും മോഡേൺ വേണം. പക്ഷെ പേയ്മെന്റ് 1000 തരുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ദിവസം നമ്മളൊരു എല്ലാം കൂടെ ഒരു 5000 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന എമൗണ്ട് ഇത്ര രൂപയാ. അത് അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര രീതിയിൽ ഞാൻ ബുദ്ധിമുട്ടി. എന്താ ഇത് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്ന ഡ്രസ്സൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നുമില്ല, കളറില്ല, അതില്ല, മോഡലില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഇരുന്ന് സ്റ്റിച്ചിങ് പഠിച്ചു. ഞാൻ നോക്കുമ്പോ ഇവർക്ക് കാണിക്കുന്ന ഡ്രസ്സെല്ലാം നല്ല എമൗണ്ട് ഉള്ള ഡ്രസ്സ്, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സ്റ്റിച്ചിങ് സ്വന്തമായിട്ടിരുന്നു യൂട്യൂബിൽ നോക്കി പഠിച്ചു. പിന്നെ അച്ഛൻ അതിന് മുന്നേ എനിക്ക് അറിയാം. ഞാനൊരു ചുരിദാർ എടുത്തതിന് ശേഷം അതിനെ ഞാൻ സ്റ്റിച്ചിങ് ഫുൾ എടുത്തതിന് ശേഷം അതിനെ ഞാൻ വേറൊരു തുണി എടുത്തിട്ട് അതിൽ അതുപോലെ വെച്ച് ചോക്ക് കൊണ്ട് വരച്ചിട്ട് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി എന്റെ അളവില്. ആ ഒരു മെഷർമെന്റിൽ ചെയ്തപ്പോ ഞാൻ ഇട്ട് നോക്കിയപ്പോ കറക്റ്റ് ആയി. അപ്പൊ എത്രയൊക്കെ ടാലന്റ് ഉണ്ടോന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ നമ്മളെ യൂട്യൂബിൽ കയറി നോക്കി പഠിച്ചു. കുറച്ച് നാള് ഞാൻ ഒരു സ്ഥലത്ത് പോയി പഠിച്ചിട്ട് പിന്നെ ഞാൻ എന്താ പറയണ്ടേ, തുണിയെടുത്ത് ഞാൻ പല മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സീരിയൽ അവർക്ക് അറിയത്തില്ലായിരുന്നു. അവരിപ്പോ ഇത് കണ്ടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അല്ല അതൊന്നും കുഴപ്പമില്ല, അവർ കാര്യം മാത്രമല്ല ഇപ്പൊ നമ്മൾ വില കൂടിയ ഡ്രസ് എന്നുള്ളതല്ല, ക്യാമറയിൽ എങ്ങനെ സ്ക്രീനിൽ വരുമ്പോ പുറത്ത് കൊടുക്കുമ്പോ നല്ല എമൗണ്ട് കൊടുക്കണമല്ലോ സ്റ്റിച്ചിങ് ചാർജ്. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് സ്ഥിരമായി. പിന്നെ കുറച്ച് ബിസി ആയി തുടങ്ങിയപ്പോ സ്റ്റിച്ചിങ് അങ്ങ് നിർത്തേണ്ടി വന്നു. ഇപ്പൊ നല്ല ബിസിയാണോ? നല്ല ബിസി എന്ന് ചോദിച്ചാൽ ഇപ്പൊ സുരഭി സുഹാസിനിയും സ്റ്റാർ മാജിക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം എല്ലാ ദിവസവും ഉണ്ടല്ലോ. എല്ലാ ദിവസവും ഒരു മാസത്തിൽ 10-18 ദിവസം ഉണ്ട്. അപ്പൊ ഈ എവിടെ പഠിച്ചു?
ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. ആ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു പഠിച്ച ട്രിവാൻഡ്രം. ആ. അത് കഴിഞ്ഞതിന് ഏതാ ശേഷം മെയിൻ എടുത്തിരുന്നത്? ഞാൻ സംസ്കൃതമാണ് എടുത്ത് പഠിച്ചത്. സംസ്കൃതക്കാരിയാണോ? ഏയ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആണോ? അല്ല, സംസ്കൃതം ഞാൻ ഈ ഒരു ഫീൽഡിന് മുന്നേ ഞാൻ എന്റെ അമ്മയുടെ ഒരു ബ്രദർ പറഞ്ഞു, പുള്ളി സാറാണ്, പുള്ളിക്കാരൻ പറഞ്ഞു അവളെ കൊണ്ട് ഈ ഒരു സബ്ജക്ട് എടുപ്പിക്ക്. എനിക്ക് പക്ഷെ സംസ്കൃതം ഒന്നും അറിയത്തില്ല. എടുപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അല്ല, ഇതെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്കോപ്പാണ്, ടീച്ചർ ആവാം. കാരണം ഇത് അധികം പേര് എടുക്കാത്തതാണ്. വളരെ ഒരു ക്ലാസ്സിനകത്ത് 10-12 പേര് മാത്രമേ കാണുള്ളൂ, അതിൽ കൂടുതൽ ആരും എടുക്കത്തില്ല എന്ന് പറഞ്ഞു. എടുക്കില്ല എന്ന് പറഞ്ഞു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അനുവിന് ഏതെങ്കിലും സ്കൂളിൽ ടീച്ചറായിട്ട് കയറാന്നൊക്കെ പറഞ്ഞു. ഈ ഒരു ആഗ്രഹത്തോടെ ടീച്ചർ ആവാന്നൊക്കെ ആഗ്രഹത്തോടെയാണ് ഞാൻ പോയത്. ആ സമയത്താണ് ഞാൻ ഇതിലോട്ട് വന്നത്. പിന്നെ അഭിനയം. പിന്നെ ഈ കംപ്ലീറ്റ് ചെയ്തു. ഷൂട്ടിനൊക്കെ എക്സാമിന്, അതാ ഞാൻ പറയുന്നത്, എക്സാമിനൊക്കെ പോകുന്ന ഈ ഷൂട്ട് ലൊക്കേഷൻ അവർ കൊണ്ട് ആക്കുന്നതൊക്കെ. അങ്ങനെ എല്ലാ സെമസ്റ്ററും സംസ്കൃതം കടന്നോ? ഇല്ല, കടന്നതിന് ശേഷം പിന്നെ ബിസി ആയി തുടങ്ങി. അതെ, കടക്കേണ്ട തീരുമാനിച്ചോ? അപ്പൊ പിന്നെ എനിക്ക് പറ്റിയതാണെന്ന് ഓക്കെ, അത് കുഴപ്പമില്ല. എന്തായാലും സംസ്കൃതം പഠിച്ചല്ലോ. അപ്പൊ അതെന്തായാലും നന്നായി. അപ്പൊ ഇന്നിപ്പോ എങ്ങനെയാ മത്സരിക്കാൻ പോകുന്നത്? 10 ചോദ്യങ്ങൾ വഴി 1 കോടി പോണോ? 20 ചോദ്യങ്ങൾ വഴി 1 കോടി പോണോ? 20 ചോദ്യങ്ങൾ. പതുക്കെ പോയാൽ മതിയോ? പതുക്കെ മതിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ കുറെ പരമ്പരകൾ ചെയ്തു കഴിഞ്ഞല്ലോ, ഒരുപാട് അല്ലേ? ടെൻഷൻ വല്ലതും ഉണ്ടോ? എന്തിനാ? അതിനി പറഞ്ഞു കൊടുക്കണം. കുട്ടേട്ടാ, ഒന്ന് പറഞ്ഞു കൊടുക്കൂ, എന്തിനാ അനുമോൾ ടെൻഷൻ അടിക്കുന്നത്? ഹായ് അനുമോൾ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കേണ്ട ഒരു വേദിയാണ് ഫ്ലവേഴ്സ് 1 കോടി. ഞാൻ ഫ്രീ ആയിട്ടാ സംസാരിക്കുന്നേ. വളരെ കൂളായിട്ട് നിന്നോളൂ അനുമോൾ. എല്ലാ സഹായത്തിനും കുട്ടേട്ടനും ഉണ്ടാകും. അനു ഇപ്പൊ ഈ സംസാരിക്കുന്ന രീതിയിൽ അങ്ങ് പോയാൽ മതി. എന്തായാലും നമുക്ക് ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. എന്തായാലും ഭക്ഷണം കഴിക്കാതെ മത്സരിക്കാൻ വന്ന ആളല്ലേ? എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുന്ന ആദ്യത്തെ മത്സരാർത്ഥി അനുമോളാണ്. ആണോ? യാതൊരു സംശയമില്ല. ബാക്കിയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ ഒന്നാമത്തെ കാര്യം ഉറക്കം വരും. ഇവിടെ ഒന്നിരുന്ന് ഞാൻ ഉറങ്ങും. അങ്ങനെയുണ്ടോ? അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലും ഭക്ഷണം കഴിക്കാതാണോ? ഇപ്പൊ എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടെങ്കിൽ, എന്റെ ക്യാരക്ടർ എൻട്രിയോ ഡാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല. നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. പഠിച്ചിട്ടുണ്ടോ ഡാൻസ്? ഇല്ല, ഡാൻസും പാട്ടും ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കാതെയാണ് എല്ലാം ചെയ്യുന്നത്. അതെ, അതെല്ലാം ഈ ഒരു സ്റ്റാർ മാജിക് വന്നതിന് ശേഷം. അതെ, വന്നതിന് ശേഷമാണ് എല്ലാം പഠിക്കും. പക്ഷെ കണ്ടാ പറയത്തില്ല. ആണോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഗ്രേസ് ഉണ്ട് ഡാൻസ്. സാർ എന്നെ ആക്കിയതാണ്. അല്ലല്ല, അതാണല്ലോ എന്റെ പ്രശ്നം. ഞാനിപ്പോ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഡാൻസിന് ഒരു ഗ്രേസ് ഉണ്ട് എന്നാണ് ഞാൻ. അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര്. അത് ഏറ്റവും പ്രധാനം. ഡാൻസിൽ അതാണല്ലോ, ഗ്രേസ് ആണല്ലോ. അതെ അതെ. അപ്പൊ നമുക്ക് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാം. കുട്ടേട്ടാ, ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നോക്കിക്കോളൂ. അത്യാവശ്യം ലേശം ഒരു ടെൻഷൻ എവിടെയോ ഉണ്ടോ എന്നൊരു സംശയം. 118, 118. അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാലോ? ഓക്കെ അല്ലേ? കുഞ്ഞിരാമന്റെ വെള്ളമോടെ കുടിച്ചിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. കുഞ്ഞിരാമന്റെ തീർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ടെൻഷൻ ഒഴിയും. സംസ്കൃതമേ കാണത്തില്ല അവന്റെ ഉള്ളിൽ. ഓക്കെ, സംസ്കൃതം ഒഴിഞ്ഞ മനസ്സായിരിക്കും. ഓക്കെ, കുഞ്ഞിരാമ വരൂ. നല്ല ശുദ്ധമായ വെള്ളമാണ്. ഒരു കവള് കുടിച്ചോളൂ. ഓക്കെ, കുടിച്ചോളൂ ധൈര്യമായിട്ട്. നന്ദി. വീണ്ടും വരിക കുഞ്ഞിരാമ. അപ്പൊ അനു റെഡി ആണെങ്കിൽ ഈ പണ്ട് പഠിച്ചതും പിന്നെ കേട്ടറിഞ്ഞതുമായ പൊതുവിജ്ഞാനം മുഴുവൻ മനസ്സിലങ്ങോട്ട് അടുക്കി വെക്കുക. തലച്ചോറിനെ നേരെ നിർത്തുക. മനസ്സും തലച്ചോറും തമ്മിലുള്ള ബന്ധം ഓക്കെ ആയോ? അങ്ങനെയാണ് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10,000 രൂപയുടെ ചോദ്യം. ഓക്കെ, മോണിറ്റർ പ്ലീസ്. ട്രെയിലർ കണ്ടല്ലോ. 2007 നിലവിൽ വന്ന ഏത് നിയമത്തിന്റെ പേരാണ് ഈ ചിത്രത്തിന് നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ എ ഫെമ, ഓപ്ഷൻ ബി കോഫാപോസ, ഓപ്ഷൻ സി മിസ, ഓപ്ഷൻ ഡി കാപ്പ, ഓപ്ഷൻ ഇ UAPA. ഇപ്പൊ വരാൻ പോകുന്ന പൃഥ്വിരാജിന്റെ പുതിയ സിനിമയാണത്. പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. കാപ്പ എന്ന് തന്നെയാണോ?
ഓപ്ഷൻ ഡി. ഞാൻ പൂട്ടട്ടോ? ആ പൂട്ടട്ടോ? കൂട്ടിക്കോ. റെഡിയാവോ? ആ റെഡിയായിരിക്കോ? ശരിയല്ലേ? ഓപ്ഷൻ ഡി കാപ്പ. താങ്കൾ അനുമോൾ പറഞ്ഞ ഉത്തരം ഒരു ഒന്നാം തരം തെറ്റാണ് എന്ന് രേഖപ്പെടുത്തുന്നു. ഉത്തരം ശരിയാണ്. 10,000 രൂപ കൈ കിട്ടി കേട്ടോ, ഐശ്വര്യമായിട്ട്. താങ്ക് യു. എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഏത് സിനിമ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം മല്ലികാമ്മ നമുക്ക് ഗ്രൂപ്പില് രാജുവിന്റെ എല്ലാം ഫോട്ടോസ് ആയാലും പുതിയ സിനിമയുടെ ട്രെയിലർ എല്ലായിടത്തും നമുക്ക് ഷെയർ ചെയ്യും. അത് കണ്ടിട്ടാണ് പുതിയ സിനിമ കാപ്പാന്ന് മനസ്സിലായി. അതെ അതെ 10,000 രൂപ ഏജി കൊടുത്തത്. അതെ ഓക്കെ. അനു ഒരു ചോദ്യം കൂടെ ആയാലോ? പിന്നെ നമുക്ക് ഇപ്പൊ പോയാൽ ചിലപ്പോ രക്ഷപ്പെട്ടു വരാം. അതെ ഓക്കെ മോണിറ്റർ. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് എന്ന ആശയത്തിലൂന്നി കേരളത്തിലെ സമാധാന നഗരമായി കില തെരഞ്ഞെടുത്ത നഗരം ഏതാണ്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി തിരുവനന്തപുരം, ഓപ്ഷൻ ഇ കോഴിക്കോട്. ഇത് അനുവിന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ. ട്രിവാൻഡ്രം അല്ല തിരുവനന്തപുരം. ഉറപ്പാണോ? ഓക്കെ. ഓപ്ഷൻ ഡി ഉത്തരം. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റിയാൽ 1000 രൂപയ്ക്ക് പുറത്താവും. ആണോ? 1000 രൂപ കിട്ടും, പുറത്തു പോകും. ട്രിവാൻഡ്രം അല്ലേ? അല്ല, ഊട്ടിയാണത്. പൂട്ടിയോ? പൂട്ടി കഴിഞ്ഞോ? ഊട്ടി. ഇത് കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? നാളെ സ്റ്റാർമാന്റെ ഷൂട്ട് ഉണ്ട്. ഞാൻ തിരിച്ചിവിടെ തന്നെ വരണം. ഇവിടെ തന്നെ വരും. അപ്പൊ എളുപ്പമായി. അപ്പൊ എനിക്ക് തെറ്റിയാലും കുഴപ്പമില്ല. അല്ല, എന്റെ അടുത്ത് ഇവിടെ വരുന്നതിന് മുന്നേ എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞേ നമ്മളെ നാണം കെടുത്തരുത് നീ. നമ്മളെ എന്നാരാ പറഞ്ഞത്? സ്റ്റാർ മാജിക് ഏത് കലാകാരനാ പറഞ്ഞത്? സ്റ്റാർ മാജിക്കിന് ഞാൻ ആരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. സ്റ്റാർ മാജിക് ഷോ ഡയറക്ടറിനടുത്തും 2-3 പേരെടുത്ത് മാത്രമേ പറയായിരുന്നു. ഇല്ല പറഞ്ഞു. ഞാൻ വിളിച്ചു എക്സ്പീരിയൻസ് ചോദിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കാൻ വേണ്ടി വിളിച്ചു. പക്ഷെ ആരും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച സാരമില്ല പറയാൻ. ഉല്ലാസേട്ടൻ വന്നു. ഇവരാരും പോകത്തില്ല. ഇല്ല, മനഃപൂർവ്വമായിരിക്കും. ആരെങ്കിലും പറഞ്ഞു കൊടുത്തോന്ന് അറിയത്തില്ല. ചിലപ്പോ ഷൈൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 20,000 രൂപ. അനു ആര്യനായിട്ട് സ്വന്തമായി വീടുണ്ടോ? സ്വന്തമായിട്ട് വീടുണ്ട്. സ്വന്തമായിട്ട് ആര്യനായിട്ട് ചെരപ്പള്ളി. ആ വീട് ഒരു പണിതീരാത്ത വീടായിട്ട് കുറെ കാലം നിലനിന്നു പറയുന്നു. അതെ, ഉറപ്പായിട്ടും. ഏത് വർഷം തുടങ്ങി? 1980 തുടങ്ങിയിട്ട്. അല്ല, ഞാൻ ജനിച്ചപ്പോഴാണ് അച്ഛനും എന്നാണ് അത് ഞാൻ പറയൂല. പറഞ്ഞു എന്റെ വയസ്സെല്ലാരും അറിയും. എന്നാലും സ്ഥാനം രഹസ്യമായിട്ട് ഈ ഷൂട്ട് കഴിഞ്ഞതിന് പോയി പറഞ്ഞു. അനുവിന്റെ പ്രായം ആൾക്കാരെ ഏകദേശം എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അത് കുഴപ്പമൊന്നുമില്ല. പ്രായം വെച്ചൊന്നുമല്ല കാര്യം. സാറിനെ കളിയിൽ 10 വയസ്സ് കുറവന്നേ ഉള്ളൂ എനിക്ക്. എങ്കിൽ നന്നായി. അപ്പൊ 53 വയസ്സ് വരണം അനുവിന്. ആണോ? 63 man. സാറിനെ കണ്ട പറയും. പിന്നെ 63. ഞാൻ ജനിച്ചതിന് ശേഷമാണ് വീട് വെക്കാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് വീട് ഫുൾ പൂർത്തിയായത്. അത് നേരെ എന്താ പറയണ്ടേ, ഇത്രയും നാള് ഞാൻ ജനിച്ച അന്ന് മുതൽ ഞാൻ ജനിച്ച അന്ന് മുതൽ 5ാം ക്ലാസ് എന്ന് പറയുമ്പോ ഒരു 10 വർഷം. 10 വർഷം എടുത്തു അല്ലേ? 10 വർഷം കൊണ്ടാണ് അച്ഛൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട്. ആണല്ലേ? കാരണം ഈ കരിപ്പെട്ടി കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മാത്രമാണ് അച്ഛൻ. അമ്മയ്ക്ക് ഒരു ജോലിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങളും സഹായിക്കും. അച്ഛൻ സതീശൻ. അതെ, അച്ഛൻ ഭയങ്കര ഫേമസ് ആണ്. അതെ അതെ, കരിപ്പെട്ടി സതീശൻ എന്ന് പറഞ്ഞു. നല്ല ക്യാരക്ടർ പേരാ. നോവലിന്റെ പേരുമല്ലോ, കരിപ്പെട്ടി സതീശൻ അല്ലേ? ഈ കരിപ്പെട്ടി എവിടുന്നാ ഇമ്പോർട്ട് ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ നിന്നാണ്. ശിവാജിന്നൊക്കെയാണ് വരുന്നത്. കറക്റ്റ് കുമാരപുരം അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് അവര് കൊണ്ടുവരും നേരിട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അച്ഛത് കടകളിലെ കൊടുത്തിട്ടാണ്. പിന്നെ അനുവിനെ കച്ചവടം അറിയായിരുന്നു? അനു ചെയ്തിട്ടുണ്ടോ അച്ഛൻ്റെ കൂടെ പോയി? അതാ ഞാൻ പറയും, കുഞ്ഞിലെ ഞാൻ അച്ഛനോട് പോകുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അച്ഛൻ്റെ കൂടെ പോയി ഭയങ്കര ഇഷ്ടാ. അങ്ങനെ എല്ലാ കടകളിലും എനിക്ക് ചേട്ടന്മാരും അങ്കിൾമാരായിട്ടൊക്കെ ഭയങ്കര പരിചയമായി. ഇപ്പോഴും പറയും, ഇപ്പം അച്ഛൻ കടകളിലൊക്കെ ആ കട തന്നെ അച്ഛൻ കൊണ്ടു കൊടുക്കാൻ പറയും. മോളെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോവാ, അവളിപ്പോ ആർട്ടിസ്റ്റ് ആയി നമുക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയാറുണ്ടെന്ന് പറയും. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ അച്ഛൻ്റെ കൂടെ പോവാറുണ്ട്. അതെ, ഓക്കെ, നല്ല കാര്യം. അനുവിന്റെ വീടിന്റെ രണ്ടാമത്തെ നില അനു ആക്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് പണിഞ്ഞെന്ന് പറഞ്ഞു. അനു ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ടാണ്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതെ, ഒറ്റ നിലയായിരുന്നു വെച്ചിരുന്നേ. അപ്പൊ ഈ വീട് വെച്ചതിന് ശേഷം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതിന് ശേഷം ഈ വീട്ടില് ഈ ടെറസില് വെള്ളം കിട്ടുന്ന ഈർപ്പം വരത്തില്ലേ,
അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഒരു ഷീറ്റ് പോലെ എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ വെള്ളം നിൽക്കത്തില്ല, പുറത്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ പറഞ്ഞു, അച്ഛനും അമ്മയും കൂടെ പ്ലാൻ ചെയ്തപ്പോൾ പറഞ്ഞു എന്തായാലും താഴെ 3 റൂമുണ്ട്, മുകളിൽ 2 റൂമും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് പ്രൈവസി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കെട്ടാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ കെട്ടിയിടാന്ന് മാത്രം കെട്ടിയിട്ടു. അപ്പൊ പണിയൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ കാശൊക്കെ സമ്പാദിച്ചു വെച്ചിട്ട് ഞാൻ തന്നെയാണ് ഫുൾ 2 ബെഡ്റൂമും ഒരു ഹോളും ഒരു വർക്കിംഗ് ഏരിയ പോലെയൊക്കെ ഒരു ടോയ്ലറ്റ് ഒക്കെ ഞാൻ തന്നെയാണ് ശരിയാക്കി. അച്ഛനും സഹായിച്ചു, എന്നാലും അതിപ്പം മൊത്തത്തിൽ നല്ല ഇതായി അല്ലേ? ഓക്കെ, അനുവിന്റെ അഭിനയം കണ്ട് ആവേശം കൊണ്ടിട്ടാന്ന് പറഞ്ഞു ചില ബന്ധുക്കളൊക്കെ അഭിനയം നിർത്തിയേക്കാൻ പറഞ്ഞല്ലോ. അല്ല ഈ ഒരു ഫീൽഡ് വരുന്ന പറഞ്ഞോ? അല്ല ഈ ഒരു ഫീൽഡ് വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലായിടത്തും അഭിപ്രായങ്ങൾ ചോദിക്കുമല്ലോ, പൊക്കോട്ടെ റിലേറ്റീവ്സിന്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു. കുറച്ചു പേര് പറഞ്ഞു, കുറച്ചല്ല വളരെ കൂടുതൽ പേര് പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു. ഒരുപാട് അല്ല കാശ കയ്യിൽ വന്നു കഴിഞ്ഞാല് അഹങ്കാരം കൂടുന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. പിന്നെ ഇല്ല, ഞാൻ കാശ് എനിക്ക് കിട്ടുന്ന കാശ് ഞാൻ ഇപ്പോഴും അച്ഛനും അമ്മയുടെ കയ്യിൽ തന്നെയാണ് കൊടുക്കാറ്. ഒരു മാറ്റം ഇല്ല, അഹങ്കാരം വാർത്ത വരുന്നുണ്ട്. അതിപ്പോ പുറത്തുള്ളവരായിരിക്കും പറയാൻ. അത് ചോദിക്കണമെങ്കിൽ എന്റെ അച്ഛനും അമ്മയോടും ചോദിക്കണം, എനിക്ക് അഹങ്കാരം കൂടിയോ ടെലിവിഷനിൽ അത് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി അത് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതെന്താ പറയാൻ കാരണം? പണ്ട് കണ്ട് സംസാരിച്ചവരോടൊക്കെ മിണ്ടാതെ പോകുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, ഇപ്പം മിണ്ടാന്ന് പറഞ്ഞാല് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഫ്രണ്ട്സ് എടുത്തു കഴിഞ്ഞാലും റിലേറ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവരെ കാണാൻ കിട്ടുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിലെ ഞാനൊരു +1 +2 വരെയൊക്കെ പഠിച്ചവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, എല്ലാവർക്കും താടി മീശയൊക്കെ വന്നില്ലേ, അപ്പൊ എനിക്ക് ഈ പയ്യൻസിനൊന്നും മനസ്സിലാവില്ല, വോയിസിന് ആരും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ അവർ ഇങ്ങോട്ടൊന്ന് സംസാരിക്കണം, അനു ഞാൻ ജിഷ്ണു മനസ്സിലായില്ലേ, ഇവര് ഇങ്ങോട്ട് മിണ്ടുന്നില്ല, അപ്പൊ ഇവര് അങ്ങോട്ട് വരട്ടെ. പക്ഷെ ഇപ്പൊ ജിമ്മിലൊക്കെ പോകുമ്പോ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, 2 ജിമ്മിൽ പോകുന്നുണ്ട്, മാറി. ഇപ്പൊ ഞാൻ ആരനാട് ഉള്ളപ്പോ ഞാൻ ആരനുള്ള ജിമ്മിൽ പോകും, ഷൂട്ടുള്ള ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഈ ചേച്ചിയുടെ വീട്ടിൽ നിന്നാ ഷൂട്ട് പോകുന്നത്. അപ്പൊ അവിടെ വഴയില എന്ന് പറഞ്ഞ സ്ഥലത്ത് ജിമ്മിൽ പോവാറുണ്ട്, 2 ജിമ്മിൽ. ആൾക്കാർ സൂക്ഷിക്കണമല്ലോ, ബോഡി നോക്കണ്ടേ, സൗന്ദര്യം നിലനിർത്തണ്ടേ. ജാടെന്ന് പറഞ്ഞാല് ഇപ്പൊ പറയുന്നത്, ഇപ്പൊ എന്നോട് അന്ന് കുറച്ച് പേര് പറയാറുണ്ട്, വലിയ ആർട്ടിസ്റ്റ് ഒക്കെ ആയി പോയില്ലേ, നമ്മളെന്ന് കണ്ടപ്പോ പരിചയമില്ല, മൈൻഡ് ചെയ്യുന്നില്ല, എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ ഇങ്ങോട്ടൊന്നും മിണ്ടണ്ടേ. ചിലപ്പോ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും മിണ്ടി കഴിഞ്ഞാല് മിണ്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാൻ വരാത്തെന്നൊക്കെ പറഞ്ഞു. ഇല്ല അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോഴും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നടക്കുവാണ്. അത് കുഴപ്പമില്ല, അതിപ്പോ എനിക്കൊന്ന് കുറച്ചുകൂടെ പ്രശസ്തി ആവുമ്പോ പിന്നെ ആൾക്കാർ കൂടിക്കൊള്ളും, കുഴപ്പമില്ല, എതിരാളികൾ കൂടിക്കൊള്ളും, കുഴപ്പമില്ല. അപ്പൊ ഈ അനുവിന്റെ ബന്ധുക്കൾ അങ്ങനെ പറയുന്നുണ്ടോ? ബന്ധുക്കളും പറയുന്നുണ്ട്, ഈ ഒരു പറയുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ മാറ്റി കൊടുത്തു കേട്ടോ, കാരണം എന്നോടൊന്ന് പറയും. ഈ ഫീൽഡിലോട്ട് വന്ന ടൈമില് പോകണ്ടെന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട്. പോകണ്ട, നിനക്ക് പഠിച്ചു ജോലി. അതെ, അവര് ഭയങ്കര സപ്പോർട്ടാട്ടോ. അപ്പൊ ഈ ജാടയാന്ന് പറയുന്ന സംഭവം ഒരു ജാടയില്ല, ഞാൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുഴപ്പം. കുറച്ച് ജാട വേണം, അപ്പൊ കുറച്ച് ജാട വേണമെന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ കരയും. അത് എന്റെ ഫാമിലി അമ്മയ്ക്കും അച്ഛനൊക്കെ ഉള്ളതാണ്. അതെന്താന്നറിയില്ല, എത്ര പറഞ്ഞു കൊടുത്താലും. ഇവിടെ പക്ഷേ 20,000 രൂപ കിട്ടി, കരണ്ടല്ലായിരുന്നു, സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ ഒരൊറ്റ നിലവിളി നടത്തുമെന്നാ ഞാൻ വിചാരിച്ചു. സന്തോഷം, ഭയങ്കര സന്തോഷം. അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 30,000 രൂപ, 30,000 മോർണിംഗ്. അനു ഒരു സ്റ്റില്ല് കാണിച്ചു തരാം, കണ്ടല്ലോ? കണ്ടു. ഇനി ചോദ്യത്തിലേക്ക്. ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ രാഹുൽ ദ്രാവിഡ്, ഓപ്ഷൻ ബി VVS ലക്ഷ്മൺ, ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ, ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി, ഓപ്ഷൻ ഡി സുരേഷ് റെയ്ന. ആസ്പദമാക്കിയാണ് ഈ ചിത്രം. ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് അവിടെ കണ്ടത്. സച്ചിൻ ടെണ്ടുൽക്കർ. കൂട്ടാമോ? കൂട്ടോ. ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ. വിനാശകാലേ വിപരീത ബുദ്ധി. സംസ്കൃതത്തിലാണോ അത് പറഞ്ഞിരിക്കുന്നത്? മലയാളത്തിൽ തന്നെയാണ്. മലയാളത്തിലും പറഞ്ഞു. വിനാശകാലേ വിപരീത ബുദ്ധി. ദോഷ സമയത്ത് ബുദ്ധി തന്നെ നേരെ നിൽക്കത്തില്ലെന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ, അവിടെ വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു.
എന്നിട്ട് പറഞ്ഞില്ലല്ലോ. സച്ചിൻ ടെണ്ടുൽക്കറെ പറഞ്ഞു. അതുകൊണ്ട് എന്താ ഉത്തരം ശരിയായി. ഉത്തരം ശരിയാണ്. 30,000 രൂപ. ഓക്കെ, ഈശ്വരാ. നമുക്കൊരു 10,000 രൂപ കയറ്റിയാലോ? ആ 40,000 രൂപയിലേക്ക് പോവാ. പൈസ എല്ലാം കൂടി ഇപ്പൊ എന്താ ചെയ്യുന്നത്? നന്നായിട്ട് ചെലവാക്കുന്ന ആളാണോ? ഇല്ല. നന്നായി ഭക്ഷണം കഴിക്കുവോ? ഭക്ഷണം കഴിക്കും. ഇല്ല, ഇപ്പൊ കുറവാണ്. എന്താ കുറയ്ക്കുന്നത്? സ്ലിം ആവുകയാണോ? സ്ലിം ആവല്ലേ, മുന്നേ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. തടിച്ചു എന്നോ? തടിച്ചു. പറയൂ കുട്ടേട്ടാ. അനുമോൾ, എന്തോ ഭക്ഷണവുമായി ബന്ധപ്പെടുത്തി കുട്ടേട്ടൻ മെമ്മറിയിൽ ഒരു കാര്യം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അനുവും അനുവിന്റെ 5 സുഹൃത്തുക്കളും ചേർന്ന് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അന്ന് രാത്രി മുഴുവൻ അനു എന്തിനാണ് കരഞ്ഞത്? അനു നിലവിളിച്ചു പോയോ? എന്താ പറ്റിയത്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, പറയൂ. എന്റെ അമ്മ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവരെല്ലാരും കൂടെ ഇനി എന്റെ ജന്മത്തെ അവർ വരത്തില്ല. അവർ ഒരിക്കലും വരത്തില്ല. പറഞ്ഞോളൂ, എന്നാലും പറഞ്ഞു. എന്ത് സംഭവം എന്ന് പറഞ്ഞാലേ, ആർട്ടിസ്റ്റ് ഒക്കെ ആയല്ലോ. അപ്പൊ ഇവര് കുറെ നാളുകൊണ്ട് ആരെന്നും പറയത്തില്ല. കാരണം ഒരുപാട് പേരെ ഞാൻ ട്രീറ്റ് നടത്തിയിട്ടുണ്ട്, കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരും പറഞ്ഞു, അനു കുറച്ച് നാളായി ആർട്ടിസ്റ്റ്, നമുക്ക് ഇത് ട്രീറ്റ് തന്നിട്ടില്ല, വേണമെന്ന് പറഞ്ഞു. ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഹോട്ടലിൽ തന്നെ വേണം, അവിടെ സ്പെഷ്യലായിട്ട് ഭയങ്കര കിട്ടില്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആടാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗേൾസ് എല്ലാരും കൂടെ പോയിട്ട് ഞാൻ അതിന് മുന്നേ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഞാൻ അങ്ങോട്ട് വരും, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, ഓർഡർ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. കഴിച്ചു വേണമെങ്കിൽ തുടങ്ങിക്കോ, ഞാൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇവരെല്ലാം ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ട് ലാസ്റ്റ് ബില്ല് വന്നു. നല്ലൊരു എമൗണ്ടാ വന്നേ, നല്ലൊരു എമൗണ്ട്. അതെ, ഞങ്ങളൊക്കെ എത്ര വന്നു കാണും? അതിപ്പോ പറഞ്ഞു, 1,00,000. ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ എമൗണ്ട് പറയും. ശരിക്കും 45,000. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് കേട്ടാ. അവർക്കറിയാം, അതാ അവർക്കല്ലേ ഈ നാട് മൊത്തം അറിയാം. ഈ 45,000 രൂപ ഞാൻ 5,000 രൂപയും കൊണ്ടുപോയ ആളാ. 5,000 ഉള്ളായിരുന്നോ കയ്യില്? എനിക്കറിയില്ല അവിടുത്തെ എമൗണ്ടും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ. അയ്യോ, ഈ സത്യം പറഞ്ഞാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർക്കും അറിയത്തില്ലായിരുന്നു ഇത്രയും എമൗണ്ട് ആവും. എന്റെ കയ്യില് 5,000 ഉണ്ടായിരുന്നുള്ളൂ, കാർഡ് ഉണ്ടായിരുന്നില്ല. കാർഡൊന്നും ഞാൻ എടുത്തില്ല, ഷൂട്ടിംഗ് ലൊക്കേഷൻ നേരെ ഞാൻ വന്നതായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എന്താ ചെയ്യാ, പിന്നെ കുറച്ച് റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിനെ ആരും മേടിച്ചില്ല. പിന്നെ 10 വെച്ചൊന്ന് ഇട്ടുതരാൻ പറഞ്ഞു. അങ്ങനെ 40 ഇട്ട് തന്നു, പേ ചെയ്തു. ഞാൻ അവിടെ ഒന്നും കാണിച്ചില്ല. ഞാൻ പറഞ്ഞു 45,000 പ്രശ്നമില്ല, ഞാൻ വിചാരിച്ചു കൂടുതലാവും എന്നൊക്കെ. അതിനുശേഷം ഞാൻ ആർക്കും ട്രീറ്റ് ചെയ്യാറില്ല. അല്ല, കൊടുക്കാറുണ്ട്, ഇങ്ങനെയുള്ള ഹോട്ടലിൽ പോയി ചെയ്യാറില്ല. ഞാൻ ചെന്ന് ഇരുന്നിട്ട് ഞാൻ പറയും. ഒരു ബുദ്ധി പറഞ്ഞുതരാം. ഇങ്ങനെയുള്ളൊരു പറയുമുണ്ടല്ലോ, ഞാൻ ഈ ഇടയ്ക്ക് ഫുൾ വെയിറ്റേറിനാക്കി. അല്ല, അവര് ഞാൻ കഴിക്കുന്നത് അവർക്ക് കഴിക്കണ്ട, അവർക്കത് കാര്യമേ അല്ല. വേണമെങ്കിൽ ഇത് കഴിച്ചാൽ മതി, ഞങ്ങൾ കഴിച്ചോളാം, അതിന് വേണമെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം എന്നാണ് അവര് പറയുന്നത്. അനു കഴിക്കണമെന്നില്ലല്ലേ അവർക്ക്? അപ്പൊ പിന്നെ രക്ഷയില്ല, അങ്ങനെയുള്ള ഡീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ 45,000 രൂപ പോയത് കൊണ്ട് ഉറക്കം വന്നു? ഇല്ല, എനിക്ക് പിന്നെ അവിടെ മുന്നിൽ ഇത്രയും രൂപയായോട് എന്ത് കഷ്ടോ, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. വെയിറ്റ് നിൽക്കുമല്ലേ ഫുള്ളായിട്ട്. അതെ അതെ. രാത്രി കിടന്ന് ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് ഭയങ്കര കരയാതെ പിന്നെ കഷ്ടപ്പെട്ട് 45,000 പോകുന്നു ഞാൻ അറിഞ്ഞു. 45,000 രൂപ സീരിയലിലാണ് എത്ര ദിവസം അഭിനയിച്ചാ കിട്ടുന്നത് അല്ലേ? മുക്കി. അപ്പൊ അത് ആരായാലും കരഞ്ഞു, ആരായാലും കരയും. പിന്നെ കാരണം നമുക്ക് 4-5 ദിവസം അഭിനയിച്ചാലല്ലേ ഇത്രയൊക്കെ പൈസ കിട്ടും അല്ലേ? അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഒരു അത് കഴിഞ്ഞിട്ട് വേറെ സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇവര് വീണ്ടും എന്നെ വിളിച്ചോ? അവര് ഹോട്ടലിലെ ഫുഡ് ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ പോയാൽ മതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിർത്തി, ഞാൻ ഈ പരിപാടി നിർത്തി, എനിക്ക് ഷൂട്ടിന്റെ ബിസിയാണ്, ഞാൻ കുറച്ചാൾ കഴിഞ്ഞിട്ട് മതി. ഇതിന്റെ തന്നെ ക്ഷീണം മാറിയിട്ടില്ല അല്ലേ? നമ്മൾ ആരോഗ്യം നോക്കണമല്ലോ. അതെ അതെ. ഇപ്പൊ ആ ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്. ഈ കാര്യം ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ അച്ഛനും അമ്മയോടും പറയാറാ. പക്ഷെ ഈ കാര്യം ഞാൻ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്. അവർക്കൊക്കെ ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി. കരിപ്പെട്ടി സതീശ് ചേട്ടന് വിഷമായോ? വിഷമം, ഭയങ്കര വിഷമമായി. എന്നാലും ഇത്രയൊക്കെ രൂപയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ചെലവാക്കണോ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ എന്നെയും കുറ്റം പറയാൻ പറ്റില്ല, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കുറ്റപ്പെടുത്തുന്ന മുതലാളിയാ അത്ര റേറ്റ് വെച്ച മുതലാളി അല്ല. അത് ഒത്തിരി ഫുഡ് വേസ്റ്റ് ആയി. അത് മാത്രമല്ല, ഒരുപാട് ഫുഡ് ഇവര് ഓർഡർ ചെയ്തു. ആക്രാന്തം കൊണ്ട് എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. മെനു കാർഡ് എടുത്ത് വെച്ചിട്ട് മൊത്തം ഓർഡർ ചെയ്തു. ഇവര് സ്പെഷ്യൽ എന്തൊക്കെയാണ് ഇവിടത്തെ ചോദിച്ചിട്ട് അതൊക്കെ ഇവരങ്ങ് ഓർഡർ ചെയ്തു. മെനു കാർഡിലൊന്നും നോക്കിയിട്ടൊന്നുണ്ടായിരുന്നു തോന്നുന്നു, നോക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് എല്ലാം ഓർഡർ ചെയ്തു. പൊള്ളിച്ചതെല്ലാം കൊണ്ടുവന്നതാണ്. പൊള്ളിച്ചതും അയ്യോ എന്തൊക്കെ ഞാൻ പോലും കഴിച്ചിട്ട് കണ്ടപ്പോ തന്നെ
അനുവിന് പക്ഷേ ഇപ്പം ഹോട്ടലിൽ നിന്ന് കേട്ടാ പേടിയാവും അല്ലേ? കുഴപ്പമില്ല, ഇപ്പോഴും ഞാൻ ട്രീറ്റ് നടത്തുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനുശേഷം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. തട്ടുകട പിടിച്ചോ അതോ? തട്ടുകടയൊന്നുമില്ല, ഇല്ല അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. നമുക്ക് 40,000 രൂപയുടെ ചോദ്യം, 40,000 മോണി. തെക്കേ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സസ്യശേഖരമുള്ള തിരുവനന്തപുരം പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി രാജീവ് ഗാന്ധി, ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ഇ സരോജിനി നായിഡു. പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡന്റെ മുമ്പിൽ ഒരു പേരുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. പാലോട് പോയിട്ടില്ലേ? അതുവഴിയൊക്കെ പോയിട്ടുണ്ടല്ലോ. അതൊരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറണം. അത് ഞാൻ കണ്ടിട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, അത് ആരുടെ പേരിലായിരിക്കും? എന്റെ രാജീവ് ഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറൊന്നുമല്ല, സരോജിനി നായിഡു ഒന്നും അല്ല, സുഭാഷ് ചന്ദ്രബോസ് അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ് സാധ്യത. അപ്പൊ ഒന്നും ഉറപ്പിക്കൂ, ധൈര്യമായിട്ട് ഉറപ്പിക്കൂ. ഈ ഉറപ്പിക്കുന്നത് ശരിയാണെങ്കിൽ ഉടനെ തന്നെ ഒരു 3 സിനിമ കിട്ടും. ഉറപ്പായിട്ട് സത്യം. എന്റെ മനസ്സങ്ങനെ പറയുന്നു. അപ്പൊ കിട്ടൂല. ഓക്കെ, ഓപ്ഷൻ ബി കൂട്ടോ. അയ്യോ എന്റെ അമ്മേ, ദൈവവിശ്വാസിയാണോ? ഭയങ്കരമായിട്ട്. ആണോ? ആരെയാ കൂടുതൽ വിശ്വസിക്കുന്നത്? കൃഷ്ണൻ ഗുരുവായൂരം. ആണോ? അപ്പൊ പ്രാർത്ഥിച്ചോളൂ. എന്ത് തോന്നി? ശരിയായിരിക്കോ? ഓപ്ഷൻ ബി ഞാൻ പൂട്ടി, ജവഹർലാൽ നെഹ്റു പൂട്ടി. ഇനി ഞാൻ ജവഹർലാൽ നെഹ്റു ആയിരിക്കുമോ പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡന്റെ പേരിലുള്ളത് എന്ന് ഞാൻ പരിശോധിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസ് എന്ന് ആലോചിച്ചതായിരുന്നു. എന്താ ചെയ്യുക? തെറ്റ് പറയാൻ തന്നെ തീരുമാനിച്ചാ പിന്നെ എന്ത് ചെയ്യും? മാറ്റി പറയാവോ? ഇനി മാറ്റി പറയാൻ പറ്റില്ല, പൂട്ടി കഴിഞ്ഞില്ല. അപ്പൊ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്, കോമ എന്ന് ആർക്ക് പറയാൻ പറ്റും? ഉത്തരം ശരിയാണ്. ശരിക്കും 40,000 രൂപ. കരഞ്ഞോളൂ 40,000 നിലവിളിക്കട്ടെ. 40,000. എന്റെ അമ്മച്ചിയെ 40,000 കിട്ടിയേ. ഒന്നുമില്ല, ഹോട്ടലിൽ 40,000 പോയില്ലേ? ഒരെണ്ണം കൂടെ ശരിയായി കഴിഞ്ഞാൽ അത് മുതലായി. അത് ശരിയല്ലേ? റേറ്റ് കൊടുത്തു. പറയൂ കുട്ടിയേട്ടാ. ഒരു കാര്യം കൂടി അനുമോളോട് ചോദിക്കാനുണ്ട്. അനുമോൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഥിരമായി രക്തത്തിൽ എഴുതിയ കത്തുകൾ വരാറുണ്ട് എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. പ്രണയലേഖനാണോ അത്? അതെ. അങ്ങനെയാണല്ലോ, പ്രണയലേഖനങ്ങളാണല്ലേ ബ്ലഡിൽ കൊടുക്കുന്നേ. എന്റെ പൊന്നെ, എന്നിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യൂ? ഇല്ല, അങ്ങനെ റെസ്പോണ്ട് ചെയ്തില്ല. നോക്കും, എനിക്ക് ഭയങ്കര ഡൗട്ടാ, ബ്ലഡിലാണോ ഇനിയിപ്പോ കൊതു അങ്ങനെയൊക്കെ. ഇതിപ്പോ കുട്ടിയുടെ പറഞ്ഞ പോലെ 1, 2, 3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാല് എനിക്ക് ഫേസ്ബുക്കിൽ ഡെയിലി എനിക്കൊരാള് ഐ ലവ് യു അനു, ഐ ലവ് യു അനു, മിസ് യു അനു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇത് ബ്ലഡിൽ എഴുതിയിട്ട് എനിക്ക് അയക്കും. അപ്പൊ ഞാൻ വിചാരിക്കും പുള്ളിക്കാരൻ ഡെയിലി അയക്കും. അല്ല, ഫേസ്ബുക്കില് പുള്ളി പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സഞ്ചറിൽ അയച്ചു തരും. മനസ്സിലായില്ലേ? അതെ, എനിക്ക് അയച്ചു തരുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ. പക്ഷെ കാണുമ്പോൾ തന്നെ അറിയാം ബ്ലഡ് ആണെന്ന് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പുള്ളി എനിക്ക് അനു ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് അനുവിനെ വേണം, ഞാൻ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കല്യാണം ആലോചിച്ച് വരും എന്നൊക്കെ. ഉടൻ തന്നെ അനുവിന്റെ വീട് അഡ്രസ്സ് ഫുൾ എനിക്കറിയാം, ഞാൻ വീട്ടിൽ ഉടനെ വരും എന്നൊക്കെ. പക്ഷെ പുള്ളിയുടെ പ്രൊഫൈൽ നോക്കിയപ്പോ ഒരു ഫോട്ടോ പോലും ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. പേര് കൊടുത്തിട്ടുണ്ട്, പേര് ഞാൻ പറയില്ല കേട്ടോ. പേര് ഇങ്ങനെ ഒരു പേരും സ്ഥലപ്പേരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല അങ്ങനെ. പക്ഷെ ഞാൻ വിചാരിക്കും ഈ പുള്ളി ഡെയിലി ഇന്ന് ഐ ലവ് യു അനുമോൾ അല്ലെങ്കിൽ അനു എന്ന് അയക്കുമ്പോ പിറ്റേ ദിവസം എനിക്ക് അയക്കുന്നത് അനുക്കുട്ടി ഐ ലവ് യു എന്ന് അങ്ങനെ അയക്കാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും അനുമോൾ അല്ല ഐ ലവ് യു അനുമോൾ. അപ്പൊ ഞാൻ ആദ്യത്തേതായിരിക്കും ഇങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നെയാണ് ഞാൻ ആ ഫോട്ടോ സേവ് ചെയ്തപ്പോഴാണ് നോക്കുന്നത് എല്ലാ ദിവസവും ഡേറ്റ് എഴുതിയിട്ടുണ്ടെന്നേ അതിനകത്ത്. 18/9/2000 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളി ഡെയിലി ഇങ്ങനെ ബ്ലഡ് കൊണ്ട് ഇങ്ങനെ എഴുതുവാന്ന്. അങ്ങനെ ഇരിക്കും ഞാൻ ബ്ലോക്ക് ചെയ്തു. എന്തെങ്കിലുമൊക്കെ വന്ന് ലാസ്റ്റ് പുള്ളിയുടെ ഫുൾ ബ്ലഡ് എന്റെ
പുള്ളിയോടുള്ള ചങ്ങാത്ത ശരിയാവത്തില്ല. ശരിയാ, ഞാൻ That is block. ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കാണും, ഞാൻ സീൻ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ബ്ലോക്ക് ചെയ്തു. പിന്നെ ഈ പുള്ളി വേറൊരു അക്കൗണ്ട് തുടങ്ങി, അതിൽ വരാൻ തുടങ്ങി. എന്നെ എത്ര ബ്ലോക്ക് ചെയ്താലും ജീവിതത്തിൽ ബ്ലോക്ക് ചെയ്താലും ഞാൻ വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അങ്ങനെ ഈ പുള്ളി എന്റെ വീടിന്റെ അവിടെ വന്നിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു തന്നു. പക്ഷെ ഞങ്ങൾ ആരും വീട്ടിലില്ലായിരുന്നു. ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു ആന്റി പറഞ്ഞു ഒരു പയ്യനാ പയ്യനാ പിന്നെ പയ്യൻ വന്നിട്ട് ഇങ്ങനെ പ്രായമുള്ള ആള് അല്ല പയ്യനെന്നാ പറയുന്നത്. ഞങ്ങൾ ചോദിച്ചു എത്ര വയസ്സുണ്ടെന്ന്. ഒരു 30 വയസ്സിനകത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇല്ല അനുവിന്റെ വീടല്ലേന്ന് ചോദിച്ചു. വീടൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അപ്പൊ ആന്റി അടുത്ത് നമ്മൾ പറഞ്ഞു ഞങ്ങളെ വീടല്ല എന്ന് പറയാൻ പറഞ്ഞു. അല്ല നമ്മുടെ വീട് ഇങ്ങനെയല്ല. അല്ല. അത് കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ഉണ്ടിരിക്കുക, വീടിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട്. ഇന്ന് പരിപാടിയുടെ ഒരു പ്രേക്ഷകനായിട്ട് പുള്ളി കാണുമല്ലോ വീട്ടില്. ഉറപ്പായിട്ടും കാണും. ചേട്ടാ ഉദരം ഉണ്ടാക്കല്ലേ, ജീവിച്ചു പോട്ടെ. അതെ. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഞാൻ പറഞ്ഞു ഇതെന്റെ വീടല്ലേ, നിങ്ങൾ എന്തായി പറയുന്നത്, എന്റെ വീടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ കൊടുത്തു. ഇല്ല ഇത് അനുവിന്റെ വീടാണ്, ഉറപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്, ഞാൻ എത്ര കിലോമീറ്റർ ദൂരം നിന്നാണെങ്കിൽ വന്നതെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പുള്ളി എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുവാ. അപ്പൊ ഇനി ആ വഴിക്ക് പോണ്ട. വീണ്ടും ബ്ലോക്ക് ചെയ്ത് ഞാൻ ഫേസ്ബുക്ക് കളഞ്ഞു. അല്ല ഞാൻ ഫേസ്ബുക്ക് ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ അതിനുശേഷം ഓർന്നിട്ടില്ല. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലോസ് ചെയ്യുന്ന നല്ലതാ. അതെ. ഓക്കെ. ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമില് ഉണ്ട്, പക്ഷെ അങ്ങനെ എത്ര മില്യൻസ് ഉണ്ട് കൂടി ഇപ്പൊ 11 ലക്ഷം ആകാൻ പോണു. അപ്പൊ 1 മില്യൺ കഴിഞ്ഞു. അതെ. ചെറിയ കാര്യമില്ല. 11 ലക്ഷം ആൾക്കാരുടെ പിൻബലം. 15 ലക്ഷം ജയിക്കുമല്ലോ. ഓക്കെ, ജയിക്കുമായിരിക്കും. അനു പൊതുവെ ഇങ്ങനെ ഒരു പ്രണയത്തിലൊക്കെ താല്പര്യമുള്ള ആളാണോ? ഇപ്പം അവധി കൊടുത്തിരിക്കണോ? അവധിയല്ല, സമയമില്ല. അതാണ് പ്രശ്നം. സമയമുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് സമയവും ഇല്ല. പക്ഷെ എന്നെ അങ്ങനെ ആരും പ്രേമിക്കുന്നില്ല. അല്ല എന്നെ പ്രപ്പോസ് ചെയ്യുന്നില്ല സത്യം പറഞ്ഞ. അതെ. ഇനിയിപ്പോ എന്നെ ഒന്നാമത്തെ കാര്യം ഷൂട്ട് വീട് അല്ലെങ്കിൽ വീട് ഷൂട്ടല്ലേ, അപ്പൊ ആർക്കും എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. അതാണ് പ്രശ്നം. കുറച്ച് സമയം കിട്ടണം. 2 ആഴ്ച സ്റ്റാർ മാജിക്കിൽ വേണ്ടാന്ന് വെച്ചാലോ? അങ്ങനെ പറയല്ലേ? അത് വേണ്ടല്ലേ? ഓക്കെ. അല്ലെ ഞാൻ ഇനിയും സമയമുണ്ടല്ലോ. സ്റ്റാർ മാജിക് അല്ലേ? അല്ലെ കോളേജിൽ പഠിക്കുമ്പോ ഒരു ചെറിയ ലോകി ഉണ്ടായിരുന്നല്ലോ. കോളേജിൽ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. അത് വിട്ടോ? അത് പുള്ളിക്ക് ഇല്ലില്ല. മനസ്സിലായോ കാര്യം? പുള്ളിക്ക് മനസ്സിലായി. അങ്ങനെ കൊണ്ടുപോകുന്നേക്കാളും നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നതാണ് നല്ലതാണെന്ന് തോന്നി. മനസ്സിലായി. അപ്പൊ ഒരു ദിവസം പറഞ്ഞു നമുക്കിനി സുഹൃത്തുക്കളാകാം. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. കാരണം എനിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പുള്ളിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി വരുമ്പോ ഞാൻ ഭയങ്കര ബിസി ആണല്ലോ. അപ്പൊ പുള്ളിക്ക് എന്നെ മനസ്സിലായി ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം. ഇല്ല പുള്ളിക്ക് ഇപ്പൊ വേറൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായി. സമയമുള്ള ഒരു പെൺകുട്ടിയെ പുള്ളി കണ്ടുപിടിച്ചു. മിടുക്കൻ. അങ്ങനെ വേണം. നമുക്ക് ഇനി 6 ലക്ഷം രൂപയുടെ ചോദ്യം കേട്ടോ. നമുക്ക് ബിസി ആണല്ലോ, നമുക്ക് അഭിനയിക്കണ്ടേ? അപ്പൊ 50,000. അപ്പൊ നമുക്ക് 40,000 ബാക്കി കിടക്കണല്ലോ. 5,000. ഓക്കെ, റെഡി? ഒന്ന് പിടിച്ചോളൂ. നമ്മൾ ലെവൽ മാറുന്നു. ലെവൽ 2. കുട്ടേട്ടാ ലെവൽ 2. മോണിറ്റർ. NIA-യുടെ ആദ്യ മേധാവിയായിരുന്ന രാധാ വിനോദ് രാജുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലയാളത്തിലെ പ്രശസ്തമായ കഥാപാത്രം ഏതാണ്? ഓപ്ഷൻ എ ഭരചന്ദ്രൻ IPS, ഓപ്ഷൻ ബി സേതുരാമയ്യർ, ഓപ്ഷൻ സി കോട്ടയം കുഞ്ഞച്ചൻ, ഓപ്ഷൻ ഡി നെട്ടൂർ സ്റ്റീഫൻ, ഓപ്ഷൻ ഇ മംഗലശ്ശേരി നീലകണ്ഠൻ. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. NIA അറിയാലോ? 50,000 രൂപയാണ്. 1.5 ലക്ഷം രൂപ. തെറ്റിയാൽ എത്രയാണെന്നറിയാമോ? 4,000 രൂപ. തെറ്റല്ലേ? കൺഫ്യൂഷൻ ആണ്. കോട്ടയം കുഞ്ഞച്ചനും സേതുരാമയ്യറാണ് ഡൗട്ട്. അത് ആണെന്നാണ്. അല്ല സാർ അങ്ങനെ പറയുമ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. അതെനിക്ക് ഓപ്ഷൻ ബി സേതുരാമയ്യർ. ഞാൻ കുഴി ചാടിക്കാനേ ശ്രമിക്കൂ. എന്റെ കാശല്ലേ പോകുന്നത്? അല്ല ഞാൻ അറിഞ്ഞ സാർ എല്ലാം രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുക. അത് വെറിയ ധാരണയാ. ആണോ? ധാരണ തെറ്റുമ്പോഴാണ് തെറ്റിദ്ധാരണ ഉണ്ടാവും. ഞാൻ ഫ്ലവേഴ്സിലൊരു ഫാമിലി മെമ്പർ അല്ല. അതാണ് തീർച്ചയായിട്ടും. ഈ മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫാമിലിയാണ്. ഇപ്പൊ നോൺ ഫാമിലിയാ. ഇപ്പം യു ആർ കണ്ടസ്റ്റന്റ്, ഐ ആം ദ ക്വിസ് മാസ്റ്റർ. അല്ല ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. പൂട്ടിയോ? പിന്നെ എപ്പോഴേ പൂട്ടി? ഞാൻ പൂട്ടാൻ പറഞ്ഞ അപ്പ പൂട്ടും. കാര്യം അറിയോ? എനിക്ക് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പടി നോക്കാൻ. ഓപ്ഷൻ ബി സേതുരാമയ്യർ. CBI.
ശരിയായിരിക്കുമോ? ആയിരിക്കും. ആയിരിക്കും. പറയൂ. അത് ആണോ? അനു പറഞ്ഞോണ്ടാണ്. എന്നെ നോക്കണ്ട, ഞാൻ കറക്കി കുത്തിയതാ. അഥവാ തെറ്റാണെങ്കിൽ ആ പൈസ നിങ്ങൾ കൊടുക്കൂ. കൊടുക്കാം. അഥവാ 1,00,000 രൂപ ഉറപ്പാക്കി. അഥവാ തെറ്റാണെങ്കിൽ ആ പൈസ അവര് തരാന്ന് പറഞ്ഞു കേട്ടോ. ശരിയാണോ? ഓക്കെ, ഇങ്ങനെ നോക്കിക്കോ ശരിയാണെന്ന്. ഓക്കെ, റെഡി. ഓപ്ഷൻ ബി സേതുരാമയ്യർ. സേതുരാമയ്യർ CBI അല്ലേ? താങ്കൾ പറഞ്ഞ ഉത്തരം. അനുമോൾ ആര്യനാട്, താങ്കൾ പറഞ്ഞ ഉത്തരം. ഭക്ഷണം കഴിക്കാത്തതിന്റെ ഗുണമുണ്ടായി. താങ്കൾ പറഞ്ഞ ഉത്തരം ഉടനെ പോയി കഴിക്കാം. ഉടനെ പോയി കഴിക്കാം കേട്ടോ. ഓപ്ഷൻ ബി സേതുരാമയ്യർ. ഹോട്ടലിൽ ബാക്കി കിടന്ന 45,000-ത്തിനാണ്. നീ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിനാണ്. ടെൻഷൻ അടിപ്പിക്കല്ലേ. താങ്കൾ പറഞ്ഞ ഉത്തരം. ഒന്ന് കരയാൻ തയ്യാറായിക്കോളൂ. ഒന്ന് കരയാൻ തയ്യാറായിക്കോളൂ. ഉത്തരം ശരിയാണ്. ശരിയാണോ? അയ്യോ, ഒന്ന് കരഞ്ഞോളൂ. ഇല്ല, സന്തോഷം. 50,000 രൂപ കിട്ടി. മറ്റേ 40,000 വീട്ടി കേട്ടോ. ആ ഹോട്ടലിൽ പോയി ട്രീറ്റ് കൊടുത്തില്ലേ, ബാക്കി 5,000. ഇപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. പൈസ കൊടുക്കേണ്ടി വരും വിചാരിച്ച്. അനു, ഒരു രഹസ്യം ഞാൻ കേട്ടു. അനു പുറത്തെവിടെ പോയാലും പർദ്ദ ഇട്ട് പോകുന്നു, തൊട്ടമിട്ട കുട്ടിയായിട്ട്. എന്താ കാര്യം? അതെ, ഞാൻ എല്ലായിടത്തും പോകുമ്പോ പർദ്ദയിട്ടാ പോകും. അതെന്താ കാര്യം? അത് എല്ലായിടത്തും പോകുന്ന നമ്മളിപ്പോ എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യണം. പിന്നെ യാത്ര ചെയ്യാറുണ്ടല്ലോ ഇന്ന്. ഇപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെന്താ ആണ്. പക്ഷെ നമ്മൾ നോർമലി ഇപ്പൊ ഈ ഒരു മുഖത്തോട് കൂടി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ക്രൗഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവുമല്ലോ. സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ വന്ന് കയറിയ സെൽഫി എടുത്ത് അത് മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പറഞ്ഞിട്ടാണ് സെൽഫി എടുക്കാനൊക്കെ ആൾക്കാർ വരുമോ ശരിക്കും? എവിടെയെങ്കിലും എവിടെ ചെന്നാലും വരും. എവിടെ ചെന്ന് കൂടുതലും വരുന്നത് അങ്കിൾമാരും അയ്യോ, അതാണ് അനുവിന്റെ ഏറ്റവും വലിയ വിഷയം. അപ്പൊ അനു ഒരു പ്രായപരിധി വെക്കണമെന്ന്. എന്റെ കൂടെ സെൽഫി എടുക്കുന്നത് 40-നപ്പുറമുള്ള ആരും ഞാൻ എന്റെ അയ്യോടാ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ഒരു മാനേജർ സന്തോഷാണോ? മാത്രമല്ല, അതോ എവിടെങ്കിലും ചെന്നിട്ട് സെൽഫി എടുക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ സെൽഫിക്കാരും ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കോ? നമ്മൾ ഈ ചിലപ്പോ നമ്മൾ അവഗണിക്കപ്പെട്ടു പോയാലേ ഒരു സങ്കടം വരുമല്ലോ. ഇല്ല, അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയില്ല. അപ്പൊ ഈ പർദ്ദയിട്ട് എല്ലായിടത്തും പോകാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോ നമുക്ക് ഒരു എനിക്കുള്ള ഡ്രസ്സൊക്കെ എനിക്കുള്ള എല്ലാം മേടിക്കാൻ വേണ്ടി ഞാനാ പോകുന്നത്. അച്ഛനമ്മയല്ല, ഞാൻ തന്നെയാണ് പോകുന്നത്. അവർക്ക് വേണ്ടിട്ട് ഞാൻ തന്നെയാണ് പോകുന്നത്. പോകുമ്പോൾ എനിക്കിപ്പോ ഒരു ഷോപ്പിൽ മാത്രം കയറി നമുക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ ഞാൻ എല്ലാ ഷോപ്പിലും കയറണല്ലോ. അപ്പൊ ഈ ഒരു പർദ്ദ ഇട്ടാൽ മാത്രമേ എനിക്ക് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, എന്നെ സൗണ്ട് വെച്ചിട്ടൊക്കെ. ഒരുപാട് തന്നെ പിടിച്ചിട്ടുണ്ട് എന്റെ സൗണ്ട് വെച്ചിട്ടൊക്കെ അവര്. ഒത്തിരി പേര്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകുമ്പോ ഇങ്ങനെ, ചേച്ചി ഇതില്ലാണ്ട് വേറെ എടുക്കാൻ പറ്റുമോ? അപ്പൊ ചേച്ചി വേറെ എടുത്തു തരും. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് അനു ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം റിലേറ്റീവ് ആണ് അനു എന്ന് പറഞ്ഞേക്കണം. ഇല്ല, ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അവര് ഈ അനുവിനെ കുറിച്ചുള്ള അഭിപ്രായം അല്ല, ഞാൻ ഇപ്പൊ ഈ പർദ്ദ ഇട്ടിട്ട് പോയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഇപ്പൊ പ്രോഗ്രാം സ്റ്റാർ മാജിക് അല്ലെങ്കിൽ സുസു ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല നമ്മൾ എത്രത്തോളം ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് TV ഇരുന്ന് കാണുന്ന ഓക്കെയാണ്. പുറത്തിറങ്ങും, ഞാൻ ഒരു ഇനാഗ്രേഷനൊക്കെ പോകുമ്പോഴാണ് ഇത്രയും പേര് എന്നെ സ്നേഹിക്കാനുണ്ടോ എന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. കാരണം ഒത്തിരി പേര് എന്നെ കാണാൻ വേണ്ടി അവിടെ വരുന്നുണ്ട്. അല്ല, ഇനാഗ്രേഷൻ അത്യാവശ്യം നല്ല കാശ് കിട്ടുമോ? കിട്ടാറുണ്ട്. എനിക്ക് ഇനാഗ്രേഷൻ അത്യാവശ്യം. ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസർ ആണോ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കും പറഞ്ഞ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കാറ് പോലും ഇല്ല. ഇപ്പൊ പുതിയൊരു പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്മിയൊക്കെ ചെയ്യുന്നുണ്ടോ? അതായത് ഓരോ പ്രോഡക്റ്റ് ഇറങ്ങുമ്പോഴേ കൊളാബ് ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് ഒക്കെ ഇത് മനസ്സിലായി. കൊളാബ് ചെയ്തിടാറുണ്ട്. ലക്ഷ്മിയുടെ നക്ഷത്രം തെളിഞ്ഞോ? എനിക്കിങ്ങനെ വരാറുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ച ലക്ഷ്മിയെ കുറിച്ചാ. ലക്ഷ്മിയൊക്കെ പോകാറുണ്ട് ശരിക്കും. പിന്നെ ഉറപ്പായിട്ട് പോകാറുണ്ട്. ഇതൊരു പരസ്യമാ ലക്ഷ്മിക്ക്. വെറുതെ വീട്ടിലിരുന്നാ പോരാ കേട്ടോ, കാശ് തരണം. അങ്ങനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. 65 ഒരു ആരാധകൻ ഉണ്ടല്ലോ. അതെ 65 ബസ് വെച്ച കണ്ട് പരിചയപ്പെട്ട്. ബസ്സിൽ പരിചയപ്പെട്ടിട്ടില്ല. ഞാനിപ്പോ ഈ പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരിക്കുമ്പോഴായാലും ട്രെയിനിന് വേണ്ടി ഇരിക്കുമ്പോഴായാലും ഇപ്പൊ എവിടെ പോയാലും നമ്മൾ ഈ സ്റ്റാർ മാജിക്കിന്റെ ലക്ഷ്മി സൗണ്ട് എവിടെ നിന്നാലും എനിക്ക് കേൾക്കാൻ പറ്റും. അത് സ്റ്റാർ മാജിക് ആണ് കണ്ടോണ്ടിരിക്കുന്നതെന്നൊക്കെ. അങ്ങനെ ഇരിക്കാൻ ഞാൻ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ എന്റെ അടുത്ത് ഒരു അങ്കിള്, ഒരു 65 വയസ്സുള്ള ഒരു അങ്കിള് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ സ്റ്റാർ മാജിക് അല്ല സ്റ്റാർ മാജിക്കാണ് കണ്ടോണ്ടിരിക്കുന്നത്. നമ്മളെ ഫേസ്ബുക്കിൽ വന്നൊരു വൈറൽ വീഡിയോ, അത് എന്റെ ഇതാട്ടോ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ ഗെയിം കളിച്ചതിന്റെ ഒരു കോമഡി വീഡിയോ. അപ്പോ പുള്ളിക്കാരൻ കണ്ടോണ്ടിരുന്നപ്പോ ഭയങ്കരമായിട്ട് ചിരിക്കുക. ഹെഡ്സെറ്റ് ഒന്നും വെച്ചല്ല കാണുന്നത്, ഭയങ്കരമായിട്ട് ഓളിയൊക്കെ കൂട്ടി വെച്ചിട്ട് കാണും. ഇത്രയും പ്രായമുള്ള ആളിങ്ങനെ കണ്ടോണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പറയാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കുക, അവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ പുള്ളി കണ്ടിങ്ങനെ ചിരിക്കുന്നു.
ഇങ്ങനെയൊക്കെ കാണിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇനി പുള്ളിക്കാരൻ എന്റെ ഫേസ് കാണിച്ചു കൊടുത്ത് മനസ്സിലാവോ? മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ എപ്പോ കുറച്ച് ഞാൻ ഇപ്പൊ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ടു. ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ അങ്കിളേനെ വിളിച്ചു. അങ്കിളേനെ ഏത് പ്രോഗ്രാമാ? പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല എന്നെ. വീണ്ടും വിളിച്ചു. അപ്പൊ ഇത് ടമാർ പടാർ എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞ ടമാർ പടാർ അല്ല, അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാർ മാജിക്. പുള്ളി ടമാർ പടാർ എന്നാണ് ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പറഞ്ഞ ഇത് സ്റ്റാർ മാജിക് അല്ലേ? അല്ല ടമാർ പടാർ. ഞാൻ പറഞ്ഞു ഇതെന്താ സംഭവം? ഞാനും കാണാറുണ്ട്, എന്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എന്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്റെ മോന് എപ്പോഴും ന്യൂസ് കാണണം കേട്ടോ. എന്റെ ഈ മോൻ കാരണം എനിക്കിത് കാണാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഈ ടി വിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോഴാണ് ഞാൻ ഇത് കാണുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. പുള്ളി എന്റെ വീഡിയോ ഇരുന്ന് കാണുന്നത്. മനസ്സിലായിട്ടില്ല. ഈ ഇരിക്കുന്ന ആളിന്റെ പടമാണ് നമ്മൾ പുള്ളിക്ക് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിച്ചു ഈ കുട്ടി എനിക്ക് അറിയാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാ. എനിക്ക് കുറച്ചും കൂടെ ഒരു ക്യൂരിയോസിറ്റി, എന്നെ പറ്റി എന്താണ് അഭിപ്രായം, ഈ കുട്ടി ഇഷ്ടമാണോ? ഞാൻ എന്നും കാണാറുണ്ട്. ഇത് പുഴുവാണ്, എന്ത് തുള്ളിക്കളിക്കുന്ന പുഴുവാ. ബായിന്നൊക്കെ പറഞ്ഞതാണെങ്കിൽ ആൾ ഇത്രേ ഉള്ളൂ അവിടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടം. എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ വിചാരിച്ചു മാസ്ക് മാസ്കും ഞാൻ തട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നേ മാറ്റിട്ട് കാണിച്ചു കൊടുക്കാന്ന് ചോദിച്ചു. അങ്കിളെ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി ഇങ്ങനെ കയ്യിൽ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു ഇല്ല മനസ്സിലായില്ലേ. ഞാൻ പറഞ്ഞ ആ കുട്ടിയാണ് ഈ കുട്ടിന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി വിശ്വസിക്കുന്നില്ല. ഒരു ബ്രെയിൻ ഉണ്ടായില്ല അല്ലേ? അത്രയും ഡ്രാമയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് പുള്ളിക്ക് മനസ്സിലായില്ല എന്നെ, അറിയില്ല. പിന്നെ വേറെ 2-3 സ്ഥലത്തൊക്കെ പോയപ്പോ ഇതുപോലെ ഈ കോളേജ് കുട്ടികളൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന പോലീസുകാർ അവരെ കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകുമ്പോ ഇങ്ങനെ മാസ്ക് മാറ്റിയിട്ട് കാണിച്ചിട്ട് പോയി അല്ലേ? നമ്മൾ എവിടെങ്കിലും അങ്ങനെ കാണുമ്പോഴല്ലോ നമ്മള് മാസ്ക് മാറ്റിയേക്കണം. ഈ ടീച്ചർമാരൊക്കെ ഭയങ്കര ഫാൻസ് ആണ് കേട്ടോ ഇതിന്റെ. അവരൊക്കെ ഈ നൈറ്റ് ഒക്കെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോ ഇവര് നൈറ്റ് അവർ ഉറങ്ങത്തില്ല, അവർ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വലിയൊരു സംഭവമായി. ഇനി അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് ഇനിയിപ്പം 60,000 രൂപയുടെ ചോദ്യം. 60,000 മോണി. ഇന്ത്യയുടെ ആദ്യ ചൊവ്വ ദൗത്യത്തെ കുറിച്ചുള്ള യാനം ഏത് ഭാഷയിൽ പുറത്തിറങ്ങിയ ആദ്യ ശാസ്ത്ര സിനിമയാണ്? ഓപ്ഷൻ എ ഇംഗ്ലീഷ്, ഓപ്ഷൻ ബി മലയാളം, ഓപ്ഷൻ സി ഹിന്ദി, ഓപ്ഷൻ ഡി സംസ്കൃതം, ഓപ്ഷൻ ഡി തമിഴ്. സംസ്കൃതം കൊണ്ടൊരു പ്രയോജനം ഉണ്ടായിരുന്നു അല്ലേ? പൂട്ടോ ഓപ്ഷൻ ഡി പൂട്ടോ. പൂട്ടി. എന്താ ചെയ്യുക? ഓപ്ഷൻ ഡി സംസ്കൃതം. 60,000 രൂപ വഴി കൊണ്ട് കളഞ്ഞില്ലേ? തെറ്റിയാൽ 5,000 രൂപയല്ലേ കിട്ടൂ? 5,000 റുപ്പീസ് മതിയോ? ഹിന്ദി ഉണ്ടായിരുന്നല്ലോ അവിടെ. സംസ്കൃതം തന്നെയാ. ആര് പറഞ്ഞു? ഈ സിനിമ ചെയ്താരാ? യാനം. ആര് ചെയ്ത സിനിമയാണ്? അതെനിക്കറിയില്ല. വിനോദ് മങ്കര. സംസ്കൃതം അല്ലേ? അപ്പൊ വിനോദ് മങ്കരയ്ക്ക് സംസ്കൃതം അറിയാവോ? അതെന്താ മലയാളം ഇറങ്ങി പിന്നെ സംസ്കൃതം? വിനോദ് മങ്കരയ്ക്ക് സംസ്കൃതം അറിയാം. ഓപ്ഷൻ ഡി ഉത്തരം ശരിയാ. എന്റെ അമ്മേ, 60,000 രൂപ സംസ്കൃതം പഠിച്ചോണ്ടൊരു ഗുണം ഉണ്ടായല്ലോ അല്ലേ? ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. യാനം. അപ്പൊ 60,000 രൂപ കിട്ടി. ശരിക്കും പറഞ്ഞ ഞാൻ ഇവിടെ വന്നപ്പോഴേ നീ ഭയങ്കര പേടിയായിരുന്നു. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എങ്കിലും പറയാൻ പറ്റിയെങ്കിൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ ആൾക്കാർ ഞെട്ടി കാണില്ലേ ഈ സ്റ്റാർ മാജിക്കിൽ വരുന്ന കുറച്ച് കട്ടിയുള്ള ഈ അനിമോള് തന്നെയാണോ ഈ ആൻസർ ചെയ്യുന്നത് അല്ലേ? ശരിക്കും ആൾക്കാർ വിശ്വസിക്കത്തില്ല അല്ലേ? കാര്യം ഇമേജ് മൊത്തം വേറെയാണല്ലോ അല്ലേ? പണ്ഡിതയായി ഇപ്പൊ ഇനിയിപ്പോ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബിനു അടിമാലിയൊക്കെ സംസാരിക്കുമെന്ന് എനിക്ക് സംശയം. ഇതുവരെ അവര് വിചാരിച്ച് അനുവിനൊന്നും അറിയത്തില്ല ശരിക്കുക അല്ലേ? ഇനിയിപ്പോ അങ്ങോട്ടൊക്കെ ആ ഉല്ലാസ് പന്ത്രത്തിനെയൊക്കെ ഒന്ന് മര്യാദ പഠിപ്പിക്കണം കേട്ടോ. എന്റെ ഉല്ലാസ് വരൂ എന്ന് പറഞ്ഞിട്ട് ഓക്കെ വിജയകരമായിട്ട് ചെല്ലണം. റെഡിയല്ലേ? ഈ അനു നന്നായിട്ട് ഉറങ്ങാറില്ലെന്ന് പറയുന്നു. അത് കാരണം ട്രെയിനിൽ ഒരിക്കലേ ഉറക്കമില്ലാതെ ഇങ്ങനെ നിരന്തരം ജോലി ചെയ്ത് അവസാനം ഒരു തീവണ്ടിയിൽ തല ചുറ്റി വീണെന്ന് കേട്ടു. അതെന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ കൊച്ചിയില് ഷൂട്ട് കാണും, ട്രിവാൻഡ്രത്തെ ഷൂട്ട്. ഇന്ന് കൊച്ചിയിലാണെങ്കിൽ നാളെ ട്രിവാൻഡ്രത്താണ് ഷൂട്ട്. പറന്ന് നടക്കുക. ഓടി നടക്കുക ഞാൻ. അത്
അപ്പൊ ഞാൻ ഇപ്പോഴല്ലേ പറ്റൂ. ഇപ്പഴേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഞാൻ കാശൊക്കെ വാങ്ങിക്കുന്നുണ്ടോ കൃത്യമായിട്ട്? വാങ്ങുന്നുണ്ട്, മറന്നു പോരുത്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് അപ്പോഴും അങ്ങ് തിരിക്കും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എനിക്ക് ഷൂട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുവാ ഞാൻ. ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് നേരെ ഞാൻ പോകുന്ന ലൊക്കേഷനില്ല, അവിടെ ആരും കാണത്തില്ല. സത്യം, അവിടുത്തെ ഈ വീട് നോക്കുന്ന ഒരു ആളുണ്ട്, പുള്ളിക്കാരൻ ഡോറൊക്കെ തുറന്നിട്ടിരിക്കും. ഞാൻ നേരെ ചെല്ലും, കുളിച്ച് ഫ്രഷ് ആവും, എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. ആർട്ടിസ്റ്റ് ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞ് 10-11 മണിയൊക്കെ ആവും, ചിലപ്പോൾ 9:30 ആവും. ആ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഞാൻ മേക്കപ്പ് പോലും ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിലിരുന്നാണ് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇവിടെ വരും. ഇവിടെ ഒന്ന് ഞാൻ ഹോട്ടലിൽ നിന്ന് എന്താ പറയുക മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഷൂട്ടിന് പോകും, വീണ്ടും ട്രിവാൻഡ്രത്ത്. അങ്ങനെ ഓടി നടന്ന് ഞാൻ അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ദിവസം ഞാൻ ട്രെയിനിൽ ഞാൻ ഫുഡും കഴിക്കാൻ വിട്ടുപോയി. അങ്ങനെ ഞാൻ ഇതിപ്പം സത്യം പറഞ്ഞ അമ്മയ്ക്കും അച്ഛനും ഈ കാര്യം അറിയത്തില്ല. ഞാൻ തലറിഞ്ഞു വീണ കാര്യം അവർക്കറിയും. പക്ഷെ അവരെന്നെ വഴക്കുറഞ്ഞോണ്ടിരിക്കുക, സമയത്തിന് ഫുഡ് കഴിക്കണം, നീ നിന്റെ ശരീരം കൂടെ നോക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ തലയിറങ്ങി വീണെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് അച്ഛൻ എപ്പോഴും ടെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ട് ട്രെയിനിൽ വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാണ്ടിരുന്നപ്പോ ഞാൻ നോക്കിയപ്പോ ഞാൻ ഇരിക്കുന്നിടത്ത് ആരുമില്ല. അപ്പൊ എനിക്ക് ആദ്യം എനിക്ക് നിന്നപ്പോ എനിക്ക് ഇങ്ങനെ ട്രെയിനിലൊക്കെ നമുക്ക് ഒരു കുലുക്കമുണ്ടല്ലോ, അതൊന്നും ആദ്യം എനിക്ക് തോന്നിയ. പിന്നെ നേരെ വന്ന ഭാഗ്യം തല അടിച്ചിട്ട് വീണിട്ടില്ല, നേരെ വന്നത് ആ സീറ്റിന്റെ പുറത്താ. അപ്പം എനിക്കൊന്നും പിന്നെ വേറൊന്നും ബോധവും ഇല്ല. പിന്നെ ആരൊക്കെ വന്ന് വെള്ളം എടുത്ത് കുടിച്ചു, പിന്നെ എനിക്ക് ഫുഡ് തന്നു. അവിടെ ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ തലയിറങ്ങി വീണത്. കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഓക്കെ. അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയാന്ന്. അച്ഛനമ്മയും ഇത്രയും നാളും ഒരു 3 വർഷം വരെ അമ്മയാണ് കൂടെ വന്നോണ്ടിരുന്നത്. ചേച്ചി പ്രഗ്നന്റ് ആയി കുഞ്ഞായതിനു ശേഷം അമ്മയ്ക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു, അവനെ നോക്കണമല്ലോ മോനെ. അപ്പൊ അത് നേരെ അമ്മയാണ്, എനിക്ക് എവിടെ പോയാലും അമ്മയാണ് കൂടെ വന്നോണ്ടിരുന്നത്. പിന്നെ ഇപ്പം അമ്മയായിട്ട് പോകുമ്പോ തന്നെ പല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കാരണം ബസ്സിലായാലും ട്രെയിനിലായാലും ഓരോ പ്രശ്നങ്ങൾ, ഇപ്പം നമ്മളിപ്പം ആരെങ്കിലും വന്ന് ശല്യപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ മാത്രം ഉണ്ടായിരുന്ന സമയത്താ, അത് ഞാൻ പറയട്ടെ. അപ്പൊ അതിന് മുന്നേയൊക്കെ ഞാൻ അമ്മയുടെ കൂടെ പോയി ശീലം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഈ അമ്മ പ്രതികരിക്കുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര അമ്മയ്ക്ക് ഇത്രയും ധൈര്യമോ. കാരണം ആരെങ്കിലും വന്ന് ബസ്സിലിരിക്കുകയാണെങ്കിൽ വന്ന് ഇങ്ങനെ വന്ന് ചേർന്നിരിക്കുമ്പോ വന്ന് ഇങ്ങനെ മുട്ടും. അപ്പൊ അമ്മ കൊടുക്കാറുണ്ട്. അമ്മ ഇത്രയും ധൈര്യവും ഉണ്ടായിരുന്നെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ഇത്ര ധൈര്യം ആയിക്കൂടാന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അത് അതിപ്പോഴല്ലേ, അപ്പൊ ഞാൻ ജിമ്മല്ലേ. അല്ല, അമ്മയാണ് ഫുൾ കോൺഫിഡൻസ് തന്നത്. ഇപ്പൊ എവിടെ പോയാലും പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ആണ്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടതാണ്. ഇപ്പൊ അമ്മയ്ക്ക് എത്ര നാൾ വരാൻ പറ്റും, അമ്മ എന്നെ പറഞ്ഞിരുന്നേ എത്ര നാൾ വരാൻ പറ്റുന്ന എനിക്കറിയില്ല. ഇപ്പൊ മോനായി കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്ക് പോകാൻ പഠിക്കണം എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ഒറ്റ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒരു ആന്റിയൊക്കെ കൂടെ വിട്ടാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഒറ്റയ്ക്ക് പോയാൽ എന്താ പ്രശ്നം, പോകുന്നിടപ്പം ഇപ്പൊ എനിക്ക് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോവാണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ആന്റിയെ കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ആരെയും കൊണ്ടുപോകാൻ പറ്റും, ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തനിയെ പോകാൻ തുടങ്ങിയ ശേഷം എന്നാലും അമ്മ ഇടയ്ക്ക് എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇങ്ങനെ ട്രെയിനിൽ കിടക്കുമ്പോ സോക്സ് ഇട്ട് കിടക്കണം, ആരെയും കാലിലൊന്ന് പിടിക്കും, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയണം. ഞാനൊരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ടൈമില് ഞാൻ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഒരു 4 മണി 3 മണി ആ ടൈമായിരുന്നു, ഉറങ്ങുന്ന ടൈമായിരുന്നു. ഉറങ്ങിയ സമയത്ത് കാലിൽ പാദസരം ഉണ്ടായിരുന്നു, സോക്സ് ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായില്ല. എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം, ട്രിവാൻഡ്രത്ത് ഷൂട്ടിന് പോകണം എന്നൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടും ആരോ വന്ന് എന്റെ അടുത്തിരുന്നു. എന്നിട്ട് ഈ കാലിങ്ങനെ മസാജ് ഭയങ്കര ഇതിന് മസാജ് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നു നല്ല സുഖം മസാജ്. അല്ല ഞാൻ സ്വപ്നം എന്നാ വിചാരിച്ചേട്ടോ. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ മസാജ്. അപ്പൊ ഞാൻ കാലിൽ പെട്ടെന്ന് എപ്പോഴും ഞാൻ പാദസരം കിടക്കുന്നോണ്ട് ഞാൻ വിചാരിച്ചു അയ്യോ പെട്ടെന്ന്. അപ്പൊ പുള്ളി ഇരുന്നിട്ട് ഇങ്ങനെ തൊടുവാ ഇങ്ങനെ. പക്ഷെ പുള്ളി എന്റെ കാലിലോ മൂത്തൊന്നും നോക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ. ഇതാ അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ഒറ്റ ചവിട്ട് കൊടുത്തു ഞാൻ. കൊടുത്തിട്ട് എനിക്ക് കയ്യിൽ നഖം ഉണ്ടായിരുന്നേ, ഇപ്പോഴും ഉണ്ട് നഖം ഉണ്ടായിരുന്നു. അല്ല ഇല്ല, അല്ലാതെ വളർത്തി വെച്ചിരിക്കുന്നത്. ഞാൻ അയാളെ നെഞ്ചിൽ ഇങ്ങനെ വാന്തി എടുത്തു, പിച്ച് അള്ളി കീറി. പക്ഷെ ഇയാൾ ഒന്നും മിണ്ടുന്നില്ല, നിന്ന് തരുവാ. അതാണ് എനിക്ക്. പക്ഷെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒറ്റ മനുഷ്യർ അറിഞ്ഞില്ല. കാരണം ഈ പുള്ളി ശബ്ദം ഉണ്ടാക്കുന്നില്ല. എനിക്കൂടെ ഞാൻ ഒള്ളി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്.
സാധ്യത എന്താണോ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഈ ഉറങ്ങി കിടക്കുന്ന ഒറ്റ മനുഷ്യര് മൈൻഡ് ചെയ്യുന്നില്ല. അവര് ഇതിനകത്തൊക്കെ ഇടപെടാൻ പോകുന്നില്ല. നമുക്ക് അങ്ങനെ തന്നെയാണ്. കാരണം പല സ്ഥലത്തും ഇതുപോലെ എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോ ഒറ്റ മനുഷ്യര് പ്രതികരിക്കാൻ വന്നിട്ടില്ല. ഇല്ല. അതിപ്പോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ശരി, ആരും പ്രതികരിക്കുന്നില്ല. അതെന്താന്ന് അറിയത്തില്ല. എല്ലാവർക്കും അവരുടെ കാര്യം മക്കൾക്കോ അല്ലെങ്കിൽ സഹോദരിക്കോ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കത്തില്ല. അത് പ്രതികരിക്കും. അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആര് നമ്മുടെ അടുത്ത് എങ്ങനെ വന്നു നിന്നാലും മോശമായിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ചങ്കൂറ്റം വേണോ? അത് വേണം. അതുകൊണ്ട് ഇല്ല, പുള്ളി അപ്പത്തിന് ഒറ്റ ഓട്ടം. ഞാൻ കൊടുക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് പിടിച്ച് തള്ളിയിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ കാണിച്ചത് മോശമല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കാലം നാഷണലൈസ് ചെയ്തില്ലേ? ഓക്കെ, റെഡി. നമ്മളിനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 70,000. അനു, മോണിറ്റ്. ഏത് സംഗീത സംവിധായകനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സുഷിൻ ശ്യാം, ഓപ്ഷൻ ബി ഷാൻ റഹ്മാൻ, ഓപ്ഷൻ സി ബിജി ബാൽ, ഓപ്ഷൻ ഡി ഗോപി സുന്ദർ, ഓപ്ഷൻ ഡി ഹിഷാം അബ്ദുൽ വഹാബ്. 70,000 രൂപ. പിടിവള്ളി വേണേ എടുത്തു. പിന്നെന്താ, ആരുടെ പിടിവള്ളി വേണം? കുട്ടേട്ടൻ വേണോ ഇവര് വേണോ? കുട്ടേട്ടൻ മതി. മതിയോ? അതാ നല്ലതല്ലേ? നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം. ഓക്കെ, റെഡി. കുട്ടേട്ടാ. യെസ് ബോസ്. പറയും. അനുമോൾ, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി ഷാൻ റഹ്മാൻ, ഡി ഗോപി സുന്ദർ. ഓപ്ഷൻ ബി ഷാൻ റഹ്മാൻ. ഓപ്ഷൻ ബി ഷാൻ റഹ്മാൻ. ഞാൻ പൂട്ടട്ടോ? പൂട്ടി. ഓപ്ഷൻ ബി ഷാൻ റഹ്മാൻ. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക. സംസ്കൃതമല്ലേ പഠിച്ചത്? ഇത് സംസ്കൃതമല്ല. ഓപ്ഷൻ ബി ഷാൻ റഹ്മാൻ. അൺഫോർച്ചുനേറ്റ്ലി, എന്ന് വെച്ചാൽ നിർഭാഗ്യവശാൽ ഈ ഉത്തരം ശരിയാ. മോൻ കാണുമ്പോ അറിയാമോ? അറിയാൻ പറ്റത്തില്ലെന്നാണല്ലോ ഇന്നലെ വരെ ആൾക്കാർ പറഞ്ഞത്. അല്ലേ? പ്രസന്നതയോ മുഖത്തോ? ഓപ്ഷൻ ബി ഷാൻ റഹ്മാൻ. താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഫസ്റ്റ് ക്ലാസ് ശരിയാണ്. 70,000 രൂപ കിട്ടിയത്. ഇനിയിപ്പോ 80,000 രൂപയിലേക്ക് നമ്മൾ മത്സരം കുഴിക്കുകയാണ്. ഈ 70,000 1 ലക്ഷം രൂപ കൂടി 1 ലക്ഷത്തിലേക്ക്. രസമായിരുന്നു അല്ലേ? അത് പക്ഷെ കൊള്ളാം. പക്ഷെ ഇവിടെ ഇല്ല. ഓക്കെ, മോണിറ്റർ. പോർച്ചുഗീസ് ഭാഷയിൽ കണ്ടൽ എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നും പേര് ലഭിച്ചിട്ടുള്ള എറണാകുളം ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ കുമരകം, ഓപ്ഷൻ ബി ചൂലന്നൂർ, ഓപ്ഷൻ സി മംഗളവനം, ഓപ്ഷൻ ഡി കടലുണ്ടി, ഓപ്ഷൻ ഇ ചിന്ന. കുമരകം, എറണാകുളത്ത് വന്നു പോകുന്നവർക്ക് എല്ലാം അറിയാം. എനിക്ക് എറണാകുളത്തെ എല്ലാ സ്ഥലം ഞാൻ നോക്കട്ടെ. അതെനിക്കൊന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി പോരും. അതാ പ്രശ്നം. കണ്ടൽ എന്ന വാക്കിൽ നിന്ന് പേര് ലഭിച്ചിട്ടുള്ള എറണാകുളം ജില്ലയിൽ. കണ്ടൽ സംസ്കൃതമാണോ? കണ്ടലിനൊരു അർത്ഥം ഉണ്ട്. വാക്കിൽ നിന്നും പേര് ലഭിച്ചിട്ടുള്ള എറണാകുളം ജില്ലയിലെ പക്ഷി സംഗീതം ഏതാണ്? കടലുണ്ടി, ചിന്നാറ്. എനിക്ക് ലൈഫ് ടൈം വേണം. ആരെ എടുക്കണ്ടേ? ഇവരെടുക്കണോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒന്ന് വായിച്ചു കൊടുക്കുവാനു. സംസ്കൃതം. പോർച്ചുഗീസ് ഭാഷയിൽ കണ്ടൽ എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നും പേര് ലഭിച്ചിട്ടുള്ള എറണാകുളം ജില്ലയിലെ പക്ഷി സംഗീതം ഏതാണ്? മംഗളവനം.
ആ മംഗളവനം നേരത്തെ പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോളൂ. മംഗളവനം എന്ന് പറഞ്ഞ വനം ഞാൻ കേട്ടിട്ട് പോലും. ധൈര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കൂ. പറ ചേച്ചി. ചേട്ടാ ചേച്ചി പറഞ്ഞു മംഗളവനം ഒന്ന്. ആ ആണോ? ഉറപ്പിച്ച് അത് കറക്കി കുത്തിയതാണോ? പറയൂ. പറഞ്ഞല്ലോ. മംഗളവനം. ചേച്ചി കൊച്ചിയുമായിട്ട് നല്ല ടച്ചുള്ള ആളാണ്. കൊച്ചി പോയി വരുന്ന ആളാണ്. അതെ, വർക്ക് ചെയ്യാൻ ഇവിടുന്ന് പോയി വരുന്ന ആളാണ്. അപ്പൊ ഏറ്റെടുക്കാമോ? ഓപ്ഷൻ സി മംഗളവനം. കൂട്ടിയല്ലോ, കൂട്ടി. എന്റെ റിസ്ക് മനസ്സിലായല്ലോ. തെറ്റിയാൽ 7000 കിട്ടുന്നതിന്റെ ഉത്തരവാദിയായി മാറും. നേരത്തെ വാങ്ങിക്കൊടുത്ത് ഉൾപ്പെടെ പോവും. ഓക്കെ, എന്തായാലും ചേച്ചിക്ക് ടെൻഷനായി കേട്ടോ. ഓപ്ഷൻ സി മംഗളവനം. ഇനിയാണ് അത്യാത്മവിദ്യാലയം. ഓക്കെ, ഓപ്ഷൻ സി മംഗളവനം എന്ന് താങ്കൾ പറഞ്ഞ ഉത്തരം കൊടിയ തെറ്റാണ് എന്ന് ചേച്ചിയെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു. ഉത്തരം ശരിയാ. മംഗളവനം. മംഗൾ എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടൽ എന്നർത്ഥമുണ്ട്. ഇനി 1,00,000 രൂപയുടെ ചോദ്യം. 1,100,000 rupees. കുറച്ച് കഴിഞ്ഞ് മതിയോ? താങ്ങാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, അതിന് തലയിറങ്ങി വീഴുവോ? 1,00,000 കിട്ടിപ്പോയ? ഇല്ല. പൈസ കിട്ടിയാ കറങ്ങത്തില്ലല്ലേ? ഇല്ല. അനു ഏതോ ഒരു സുഹൃത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു പടം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോഴേ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രചാരം ഉണ്ടായല്ലോ. ഒന്നല്ല, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കല്യാണം നടക്കുന്നുണ്ടോ? കല്യാണം ഒരുപാട് എനിക്ക് സോഷ്യൽ മീഡിയക്കാർ ഉണ്ടാക്കി തരുന്നുണ്ട്. അല്ലേ? ഞാൻ പിന്നെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കതൊന്നും ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. പക്ഷെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് അച്ഛനും അമ്മയാണ്. കാരണം ഇപ്പം കുറച്ചു നാൾക്ക് മുമ്പ്, 1 വർഷത്തിന് മുന്നേ ഇതുപോലെ കല്യാണം ആയി എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ ചിലപ്പോ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരെങ്കിലും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് പെട്ടെന്ന് ഫേസ്ബുക്കിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അനു കല്യാണം വിവാഹിതമാകാൻ പോവാണ്, ഇങ്ങനെ ആളുടെ കൂടെയാണ്, വരനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ പുള്ളിക്ക് ഓൾറെഡി ഇവിടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുവാണ്. എന്റെ കൂടെ നിന്ന പുള്ളി എന്റെ ഫ്രണ്ടാണ്. അപ്പം ഈ സംഭവം ഇറങ്ങിയപ്പോ ഞാൻ മൈൻഡ് ചെയ്തില്ല. അവനും ആ ഒരു രീതിയിൽ എടുക്കുമെന്ന് വിചാരിച്ചു. അവൻ ആ സെൻസിന് എടുക്കാണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ് വീട്ടില്, റിലേറ്റീവ്സ് ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് അനുമായിട്ട് കല്യാണം ആയോ, ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ, അപ്പൊ ആ കുട്ടിയായിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ലൈവ് പോയിട്ട് എന്തെങ്കിലും ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ലൈവ് പോയിട്ട് പറയും ഇതിനൊക്കെ എന്തിനാ പോകുന്നേ? ഞാൻ പറയണോ കല്യാണം ഈ കുട്ടിയായിട്ട് ഏവനുമായിട്ടില്ല, ഇത് എനിക്ക് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്, വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് എനിക്ക്. എന്നിട്ട് പുള്ളിക്കാരൻ എന്റെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു ഒന്ന് അനുവിൻ്റെ ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നൊക്കെ. ഞാൻ പിന്നെ അമ്മ അച്ഛനും വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ലൈവ് പോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മളായിട്ട് ഒരാളുടെ ലൈഫ് നശിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ലൈവിലും പോയി. ഞാൻ അല്ലാണ്ട് ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഒരു ഇത് കൊടുത്തു, ഇന്റർവ്യൂ കൊടുത്തു. അങ്ങനെ ഒരു കല്യാണമേ എനിക്കില്ല, കല്യാണം ആകുമ്പോൾ ഞാൻ അറിയിക്കാം. അതെ, പിന്നെ എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചു. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയ ഞാൻ പുള്ളിയെടുത്ത് പിന്നെ മിണ്ടിയിട്ടില്ല. കാരണം നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്നിട്ട് ആ ഒരു സെൻസിൽ എടുക്കേണ്ടടുത്ത് പുള്ളി പെട്ടെന്ന് എന്റെ അടുത്ത് റോങ് ആയിട്ട് സംസാരിച്ചു. അത് ഭയങ്കര വിഷമമായി, എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പുള്ളി പിന്നെ ഇല്ലേ, ലൊക്കേഷനിലായിരുന്നു ആ സമയത്ത്. ലൊക്കേഷനിൽ ആ സമയത്ത് ലൊക്കേഷനിൽ ഒരു അത്യാവശ്യം അല്ല, ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ഫ്രീ ടൈം ഉണ്ടായിരുന്നല്ലോ, ബ്രേക്ക് ടൈം ഉണ്ടായിരുന്ന സമയത്ത് ഈ ഫോണിലാണ് ഇങ്ങനെ ഇത്രയും കോൾസ് വന്നോണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് എന്റെ ചേച്ചിയും വിളിക്കുന്നുണ്ട് ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാം, അവന് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്, നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ ടൈമിൽ ഇത് ഞാൻ ആരും ഷെയർ ചെയ്തിട്ടില്ല. ലൊക്കേഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ ലേഡിയായിട്ട്. അബിവട്സ് മഹി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആയിരുന്നു, ഒരു വെബ് സീരീസ്. അപ്പൊ അത് ചെയ്യുന്ന ടൈമില് ലേഡിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ബോയ്സാ, എല്ലാരും ബോയ്സാ. അഭിനയിക്കാൻ ഞാൻ മാത്രമേ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളൂ, പിന്നെ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളും. ഇത് ഞാൻ ആരുടെ പറയുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്നെ ഇങ്ങനെ ഷൂട്ടിന് വിളിച്ചുകൊണ്ടിരിക്കുവോ, ഞാൻ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുവോ ഫോണിൽ കൂടെ. ചേട്ടാ ഇങ്ങനെയൊക്കെ പറയണം, ഇങ്ങനെയൊന്നുമില്ല, അങ്ങനെ കൊടുക്കണം. എന്നിട്ട് അടുത്ത ആളെ വിളിച്ചിട്ട് ഞാൻ ഓൺലൈൻ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുക, ചേട്ടാ ഇങ്ങനെ പറയണം, ഇത് ഇങ്ങനെ വിളിച്ചു. അവന് പെട്ടെന്ന് അവിടെ നിന്ന് വന്നു. എനിക്ക് നല്ല ദേഷ്യം തന്നെ, ഒന്ന് നിർത്തോ, കുറച്ച് നേരമായി, എനിക്ക് എന്റേതായിട്ട് കുറെ പ്രശ്നങ്ങൾ കണ്ടു. ഞാൻ പൊട്ടിക്കരഞ്ഞതിന് ശേഷം ഇവരെ അന്വേഷിച്ചു എന്താ സംഭവം എന്നൊക്കെ. ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ലൈവ് പോയി ഓക്കെ ആയി. പിന്നെ അതിനുശേഷം അതിപ്പം 1-2 വർഷം കൂടുതലായി. ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അല്ല, ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ കൂടെ, കല്യാണം ആകാൻ പോകുന്നവരുടെ കൂടെ, പിന്നെ അങ്ങനെ കുറെ പേരുടെ കൂടെ. ഇതെല്ലാം അനു ഫേമസ് ആയതിന്റെ ലക്ഷണം അല്ല, ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ പ്രശ്നം മൊത്തം അച്ഛനും അമ്മയ്ക്കാ. അച്ഛനും അമ്മയോടും പറയണം, ഇങ്ങനെ നമ്മളൊരു പബ്ലിക് പേഴ്സൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും.
ആണ്. പക്ഷെ നാട്ടുകാർ മൊത്തം വിളിച്ചു ചോദിക്കുകയാണ് കല്യാണായോ 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 എന്താണ് അത് ഞാൻ ആവും അറിയാന്ന്, ആവുമ്പോ അത് അറിയിക്കും. പ്രശ്നമില്ല. പക്ഷെ തിരിച്ചച്ഛനമ്മയും അങ്ങനെ ഒരു മറുപടി അച്ഛനമ്മയോട് പറയും. കൊടുക്കത്തില്ല. ഇപ്പൊ അച്ഛനമ്മ ഇത് കാണുന്നുണ്ട്, അച്ഛനും അമ്മയും അറിയാൻ ഇങ്ങനെയൊക്കെയാണ് അതെ. നമ്മൾ ആർട്ടിസ്റ്റ് ഒക്കെ ആവുമ്പോ. ഒരു ആർട്ടിസ്റ്റ് അല്ലേ പക്ഷേ അനു? ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ അച്ഛനമ്മ എപ്പോഴും ഈ കാര്യം പറഞ്ഞു. അവർക്ക് പേടിയാ അല്ലേ? അല്ല അങ്ങനെ പേടിയില്ല. ഭയങ്കര റെഡി. ഓക്കെ, അപ്പൊ അമ്മ അച്ഛനൊക്കെ പറയുന്നത് തന്നെ കിട്ടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതെ. അപ്പൊ 1 ലക്ഷം രൂപയുടെ ചോദ്യം നമ്മൾ അടുത്ത ലെവലിലേക്ക്, നെക്സ്റ്റ് ലെവൽ കുട്ടിയേട്ട, ലെവൽ 3. ലെവൽ 3. മോണിറ്റർ. ഇനി പറയുന്നവയിൽ ഏത് ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് ചെപ്പോക് ചെഗുവേര എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ MK സ്റ്റാലിൻ, ഓപ്ഷൻ ബി അരവിന്ദ് കെജ്രിവാൾ, ഓപ്ഷൻ സി രാഹുൽ ഗാന്ധി, ഓപ്ഷൻ ഡി സച്ചിൻ പൈലറ്റ്, ഓപ്ഷൻ ഡി കനയ്യ കുമാർ. ചെപ്പോക് ചെഗുവേര. ചെഗുവര. ചെഗുവേര. ചെപ്പോക്ക് എവിടെയാണെന്നൊക്കെ ആലോചിച്ചാൽ മതി. കുട്ടേട്ടൻ എടുക്കണോ? ഉണ്ടല്ലേ ഒരു ലൈൻ. പിന്നെ കുട്ടേട്ടന് ഒരു പിടിവള്ളി കിടക്ക. ഡൗട്ട് ഉണ്ട് എന്നാലും. ആ ഡൗട്ട് ആരെയാ? അരവിന്ദ്, രാഹുൽ ഗാന്ധി, ഇവർ രണ്ടുപേരും. അതൊരു പുതിയ പേരാണല്ലോ, അരവിന്ദ് രാഹുൽ ഗാന്ധി. അല്ല അല്ല അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധി ഇവർ രണ്ടുപേരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു പിടിവള്ളി എടുക്കും. കുട്ടേട്ടനല്ലേ? ആ. ഒരെണ്ണേ ഉള്ളൂ. അതെ. കുട്ടേട്ടാ. യെസ് ബോസ്. അനുമോൾ, ഓ ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരിയുത്തരമാണ്. എ MK സ്റ്റാലിൻ, ഡി സച്ചിൻ പൈലറ്റ്. രണ്ടും അല്ല പറഞ്ഞേല്. എന്റെ ദൈവമേ. ചെപ്പോക്കൊക്കെ ആലോചിക്കും. ആ ആ അത് തന്നെ. അതെ. പറയട്ടെ. ആ പറയൂ. MK സ്റ്റാലിൻ. ആ ആരാ അത്? ഞാൻ കറക്കി കുത്തിയത് എനിക്കറിയാം. അല്ലല്ല, ആളാരാ? തമിഴ്നാട് മുഖ്യമന്ത്രി. ആ അതറിയാം അല്ലേ? അതെ. ഓക്കെ ഓക്കെ, തമിഴ്നാട് മുഖ്യമന്ത്രിയാണത് MK സ്റ്റാലിൻ. താങ്കൾ പൂട്ടിയേക്കട്ടോ? പൂട്ടിയേക്കട്ടോ? ഒരു മിനിറ്റ്. പൂട്ടിയേക്കട്ടോ? പൂട്ടട്ടെ. പൂട്ടി. അല്ല ഞാൻ ഇപ്പൊ ഇത് തെറ്റാണെങ്കിൽ തെറ്റിയ 8000 രൂപ. ഓ അത് കൃത്യം കിട്ടുമല്ലോ. ഓക്കെ, ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ 1 ലക്ഷം രൂപ. പൂട്ടട്ടോ? ആ പൂട്ടിക്കോളൂ. പൂട്ടി കഴിഞ്ഞു. പിന്മാറിയിരുന്നെങ്കിൽ 40,000 രൂപ കിട്ടുമായിരുന്നു. ഇനിയിപ്പോ അതും പോയി. ഇനിയിപ്പോ 8000 രൂപയുടെ സ്കോപ്പാ. അമ്മയച്ഛന് വിഷമിക്കും ഇത് കാണുമ്പോ? ഇല്ലല്ലോ, പൈസ മോളുടെ പൈസ പോകുന്നു. അല്ല ഈ പ്രോഗ്രാമിൽ ആദ്യം വന്നപ്പോഴേ അച്ഛനമ്മ പോണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്താ കാര്യം? നീ പോണ്ട. എനിക്ക് അതിനോട് വിവരമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞില്ല. പോകണ്ടെന്ന് എന്റെ എന്തായാലും ഈ ഒരു പ്രോഗ്രാം അച്ഛനമ്മയും കാണുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ചെന്നിട്ട് എന്റെ വിഷമങ്ങളൊക്കെ ഞാൻ പറയുന്നവർക്കറിയാം. അതുകൊണ്ട് നീ അവിടെ പോയി കരയും, അതെനിക്ക് വാക്കുന്നിട്ടാണെങ്കിൽ നീ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വാക്ക കൊടുത്തിട്ടാ വന്നേ. കരഞ്ഞില്ലല്ലോ. ഇല്ല. ആ അതാണ് നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന്. ഓപ്ഷൻ എ MK സ്റ്റാലിൻ. താങ്കൾ പറഞ്ഞ ഉത്തരം അനുമോൾ ആര്യനാടെ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. മേടിച്ചു അല്ലേ? 1 ലക്ഷം രൂപ കിട്ടി. ഇനി അങ്ങോട്ട് പോകണം. ഇനി അങ്ങോട്ട് പോകണം എന്നുള്ളത് അല്ലേ? കിട്ടിയത് കൊണ്ട് വീട്ടിൽ പോകാന്നുള്ളത് അല്ലേ? അല്ല, അതിനിടയ്ക്ക് വിജയുടെ അനിയത്തിയായിട്ടൊരു വേഷം കിട്ടിയില്ലായിരുന്നു? അത് കിട്ടിയിട്ടോ? അല്ല അങ്ങനെയല്ല സംഭവം. എന്താ സംഭവം എന്ന് പറഞ്ഞാല് എനിക്കല്ല, എന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ഒരാള് പറഞ്ഞു, പുള്ളിക്കാരൻ എന്റെ ഫോട്ടോസ് ഫുള്ളും പുള്ളിയുടെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫോട്ടോസ് കണ്ടിട്ട് പുള്ളിയുടെ നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, കോണ്ടാക്ട് നമ്പർ. അപ്പൊ അതിൽ വിളിച്ചിട്ട് അനുവിനെ ഇത് എന്നെ ഫൂളാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാ. പണിയാണോ? അല്ല അല്ല, ഇത് ഞാൻ ഇപ്പോഴും ഇത് അറിഞ്ഞിട്ടില്ല ഇനി ഫൂളാക്കിയതാന്ന് എനിക്കറിയില്ല. എന്നിട്ട് പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറയാ അനുവിനെ വിജയുടെ അനിയത്തിയായിട്ട് അഭിനയിക്കണമെന്ന്. അപ്പൊ അവന് അനു തന്നെയാണോ വിളിച്ചത്? ആ അനുവിനെയാണ്. ഞങ്ങള് നോക്കി, ഞങ്ങൾക്ക് മലയാളത്തിലെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു എന്നെ വെറുതെ ഫുള്ളാക്കുവാണ്, ഇതെന്തോ പ്രാങ്ക് ഒപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അല്ല സീരിയസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ കോൺഫറൻസ് കോൾ ഇട്ട് സംസാരിച്ചു തരാന്ന് പറഞ്ഞു. സംസാരിച്ചു. പുള്ളി തമിഴാണ് സംസാരിച്ചേ. പുള്ളി കോസ്റ്റ്യൂമറാട്ടോ. കോസ്റ്റ്യൂമർ എന്നിട്ട് സംസാരിച്ചത്. കോസ്റ്റ്യൂമറാണ്. ഫോട്ടോസ് കാണിച്ചു കൊടുത്തു ഇവിടെ ഡയറക്ടറിനൊക്കെ. നമുക്കറിയാവുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ ആണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ അല്ല എന്ന് പറഞ്ഞു. ഓക്കെ അല്ല, ഇതെന്നെ പറ്റിക്കുവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് വരെ
ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ ഇവൻ തന്നെ എന്നോട് വിളിച്ചു ചോദിച്ചു, അനു ഇത് സീരിയസ് ആയിട്ടാണ്, അവർ നിരഞ്ജന എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, മലയാളത്തിൽ നിരഞ്ജന അല്ലെങ്കിൽ അനു, ഇത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വേണ്ട, എനിക്ക്. എന്നിട്ട് ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞപ്പോ അച്ഛനമ്മയും കളിയാക്കുന്നു. എന്റെ ഫ്രണ്ട്സിന് പറഞ്ഞപ്പോ രണ്ടുപേരും പറഞ്ഞു നിന്നെയാ കളിയാക്കും, നിന്നെ എന്റെ ചേച്ചി വേറെ ആരും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ കളിയാക്കും, നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാ. ഞാൻ പറഞ്ഞു എനിക്കെന്താ കുറവ് എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഞാൻ ആർട്ടിസ്റ്റ് അല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അല്ല വിജയുടെ സിനിമയിൽ നായിക അല്ല അനിയത്തിയായിട്ടേ അവർക്ക് മലയാളത്തിൽ ആരെങ്കിലും വേണമെന്നായിരിക്കും അവർക്ക് തോന്നിയത്. ഇപ്പൊ എത്രയോ പേര് മലയാളത്തിൽ ഇപ്പൊ തന്നെ നമ്മുടെ ശരണി ചേച്ചി അഭിനയിച്ചിരിക്കല്ലേ വിജയ് ചേട്ടന്റെ അനിയത്തിയായിട്ട്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് അഭിനയിച്ചുകൂടാന്നൊക്കെ ഞാൻ തിരിച്ചു പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരെ ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്ന അവര് നിരഞ്ജനെ തന്നെ എടുത്തത്. എന്നിട്ടും ഇപ്പൊ വർഷം 1 ആയി ഞാൻ ഇതുവരെ നിരഞ്ജനയും വിജയ് സാറുമായിട്ടുള്ള സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് 2 ലക്ഷം രൂപയുടെ ചോദ്യം. 2 lakhs. മോണിറ്റർ ലോകത്തെ ഏറ്റവും സമ്പന്നമായ കമ്പനി ഏതാണ്? ഓപ്ഷൻ എ സൗദി അരാംകോ, ഓപ്ഷൻ ബി ആൽഫബറ്റ്, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ്, ഓപ്ഷൻ ഡി ആപ്പിൾ, ഓപ്ഷൻ ഇ ആമസോൺ. ഇപ്പൊ ഇതിൽ ഞാനേ തെറ്റാണ് പറഞ്ഞെന്ന് വിചാരിച്ചോ, അപ്പൊ 1 ലക്ഷം അല്ലേ? ഇല്ലടേ, പിന്നെ തെറ്റി കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടും. പിന്മാറിയാൽ 50,000 രൂപ കിട്ടും. പിന്മാറിയാല് ശരി ഉത്തരം പറഞ്ഞാൽ 2 ലക്ഷവും കിട്ടും. അപ്പൊ ശരി ഉത്തരം പറയണം. എന്തോ കുഴപ്പം? അല്ല എന്തോ കുഴപ്പം? എന്തോ കുഴപ്പമൊന്നുമില്ല, വെള്ളികളൊന്നുമില്ല. സാറിന് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ സഹായിച്ചെന്നെ, പക്ഷെ അവതാരകനായി പുതിയൊരാളെ ഇവിടെ ഒപ്പിക്കേണ്ടി വരും. പറഞ്ഞോളൂ. പറയാം സാർ, ഒരു എനിക്കൊന്ന് വെള്ളം കുടിക്കും. വെള്ളം പിന്നെ കുടിക്കാം. ഇത് 2 ലക്ഷം രൂപ കിട്ടാൻ പോകുന്ന സമയത്താണ് വെള്ളം കുടിക്കുന്നത്. ആപ്പിൾ പൂട്ടാൻ എനിക്ക്. ഓപ്ഷൻ ഡി ആപ്പിൾ ഞാൻ പൂട്ടി. അത് തുറക്കുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? 10,000 രൂപ കിട്ടും. ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 ലക്ഷം. Then you are getting 2 lakhs rupees. അയ്യോ, right. ഓപ്ഷൻ ഡി ആപ്പിൾ ശരി ഉത്തരം. 2.3 ട്രില്യൺ അമേരിക്കൻ ഡോളർ. അതാണ് അതിന്റെ വാല്യൂ. ഓക്കെ, കൂടുതൽ അതിന്റെ പൂജ്യമൊക്കെ എണ്ണി നമ്മൾ ടെൻഷൻ ആവണ്ട. ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് 3,300,000 rupeesലേക്ക് മോർണിംഗ്. പിടിവള്ളികളൊന്നുമില്ല, ഒറ്റയ്ക്ക് ഉത്തരം പറയണം. തെരുവ് നായ്ക്കളില്ലാത്ത ലോകത്തെ ആദ്യ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഫിൻലാൻഡ്, ഓപ്ഷൻ ബി ന്യൂസിലാൻഡ്, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി നെതർലാൻഡ്സ്, ഓപ്ഷൻ ഇ സ്വീഡൻ. ഫിൻലാൻഡ്, ന്യൂസിലാൻഡ്, ചൈന, നെതർലാൻഡ്, സ്വീഡൻ. തെരുവ് നായ്ക്കളില്ലാത്ത ലോകത്തെ ആദ്യത്തെ രാജ്യം. എന്ത് രസമായിരിക്കും അവിടെ അല്ലേ? അനുവിനെ എപ്പോഴെങ്കിലും തെരുവ് നായി കടിച്ചിട്ടുണ്ടോ? അതെ, വീട്ടിലത്തെ പട്ടി കടി. അത് കുഴപ്പം, അത് വീട്ടിൽ വളർത്തുന്നേര്. ഓക്കെ, കുഴപ്പമില്ല. വിജയിച്ചാൽ 3 ലക്ഷം, തെറ്റിയാൽ 20,000 രൂപ, പിന്മാറിയാൽ 1 ലക്ഷം രൂപ. എന്ത് പറഞ്ഞാലും ആ നിമിഷം പൂട്ടും. ഞാൻ ഇങ്ങനെ സ്പിരിറ്റ് കയറി നിൽക്കുക. അയ്യോ, എനിക്ക് എന്തായാലും അറിയത്തില്ല. ഉറപ്പാണോ? പറഞ്ഞാലും ചിലപ്പോ അത് തെറ്റായി. വിജ്ഞാനത്തിന്റെ ആ മരം ഒന്ന് കുലുക്കി നോക്കിയാൽ എവിടെങ്കിലും കിട്ടുവോ? ഇല്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? പിന്മാറി 1 ലക്ഷം രൂപ കൊണ്ടുപോകാന്നുള്ളതാണ്. അതാണോ ബുദ്ധി? അതാണ്, അത് മാത്രമാണ് ബുദ്ധി എന്നാണോ മനസ്സ് പറയുന്നത്? ഓക്കെ, അപ്പോ അതിന്റെ അർത്ഥം ആയിരനാട്ടിൽ നിന്ന് ടെലിവിഷൻ സ്ക്രീനിൽ ഷൈൻ ചെയ്യുന്ന അനുമോൾ ഈ മത്സരവേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. അപ്പൊ 1 ലക്ഷം രൂപ കൈകെട്ടി. അപ്പൊ ഇനി ഉത്തരം ഗസ് ചെയ്ത് പറഞ്ഞോളൂ, പൈസ പോകത്തില്ല. ന്യൂസിലൻഡ് അല്ല, 1-ാം തരം തെറ്റാണ്. ഉത്തരം, ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നെതർലാൻഡ്. ഈ വർഷമാണത് പ്രഖ്യാപിച്ചത്. ഓക്കെ, താങ്ക് യു അനിമോൾ. താങ്ക് യു സർ. വളരെ സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ 1 കോടിയില് എന്നെ വിളിച്ചതില് ഭയങ്കര സന്തോഷം. ഇനി അടുത്ത കോടി സ്റ്റാർ മാജിക് കിട്ടും. ഓക്കെ, താങ്ക് യു അനിമോൾ. കുട്ടേട്ടാ താഴേക്ക്. ലെവൽ 1.
ലക്ഷം രൂപയുടെ ചെക്ക്. 5 പൂജ്യം ഉണ്ട് കേട്ടോ 1 ലക്ഷത്തിന്. ഞാൻ ഇത്രയും പൂജ്യം വിചാരിച്ചില്ല. ആ ഇതാ അനുമോൾ. താങ്ക് യു. ഓക്കെ. അപ്പൊ ഇനി BA കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, കോഴ്സ് സർട്ടിഫിക്കറ്റ് സംസ്കൃതത്തിന്റെ, അതിന്റെ കൂടെ വെക്കണം സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് സ്റ്റാർ മാജിക്കിൽ കാണാം. അപ്പൊ നേരെ ഇറങ്ങി അടുത്ത ഫ്ലോറിൽ കയറി അവിടെ സ്റ്റാർ മാജിക് കിടക്കുന്നു, അങ്ങോട്ട് പോയിക്കോളൂ. ഇതൊക്കെയാണ് നമ്മുടെ അനുമോളുടെ വിശേഷങ്ങൾ. അനുമോളെ ഇനി നമുക്ക് സ്റ്റാർ മാജിക്കിൽ കാണാം, അല്ലെങ്കിൽ സൂസുവിൽ കാണാം. ഗുഡ് ബൈ.